ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ 5 എലമെന്റ്സ് തിയറിയെ കുറിച്ചിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 5 എലമെന്റ്സ് തിയറിയിൽ നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയത് 5 മൂലകങ്ങളും അവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ വിവിധ തരത്തിലുള്ള കറസ്പോണ്ടൻസുമാണ് മനസ്സിലാക്കിയത്. അത് സീസണെ ബേസ് ചെയ്തിട്ട്, ഡയറക്ഷനെ ബേസ് ചെയ്തിട്ട്, കളറുകൾ, ടേസ്റ്റുകൾ, ക്ലൈമറ്റുകൾ, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ടിഷ്യൂസ്, ഇമോഷൻസ്, സൗണ്ടുകൾ, ഇവയൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ 5 എലമെന്റ്സിനെ വിവരിച്ചു. ഇവയൊക്കെ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാരണം, നമുക്ക് രോഗനിർണയത്തിൽ ഇത് വളരെയേറെ പ്രയോജനം ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഏരിയയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ടിഷ്യൂസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ മനസ്സിലാക്കിയപ്പോൾ സിന്യൂസ് എന്ന് പറഞ്ഞാൽ ടെൻഡൻസും ലിഗ്മെന്റ്സും. ഈ ടെൻഡൻസിലോ ലിഗ്മെന്റ്സിലോ വരുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ വുഡ് എലമെന്റിന്റെ പ്രവർത്തനത്തിൽ വരുന്ന തകരാറായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. ഇപ്പോൾ ഒരാൾ നിരന്തരമായിട്ട് ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, നമ്മളെ അടുത്ത് അവർ രോഗ ചികിത്സക്ക് വരുന്ന സമയത്ത് തന്നെ അവർ ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ വുഡ് എലമെന്റിൽ എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ, അല്ലെങ്കിൽ ഒരാളുടെ ശരീരത്തിൽ കളറുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ട്, അല്ലെങ്കിൽ പ്രത്യേക സീസൺ വരുമ്പോൾ ചില ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കുന്നത് ഈ രോഗനിർണയത്തിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഒരാളുടെ കണ്ണിൽ പ്രത്യേക ഭാഗങ്ങളിൽ കളറുകൾ മാറ്റമുണ്ട്, കണ്ണ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളുണ്ട്, നമ്മൾ അവരുടെ നാവ് നോക്കുമ്പോൾ നാവിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള കളർ വ്യത്യാസങ്ങളുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് രോഗത്തെ നിർണ്ണയിക്കാൻ ഏത് എലമെന്റുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നമുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 5 എലമെന്റ്സിനെ കുറിച്ചിട്ട് മനസ്സിലാക്കുന്നത്. കാരണം ശരീരത്തിന്റെ ഒരു പ്രവർത്തനം എന്നുള്ളത് ഈ പഞ്ചഭൂതങ്ങളെ അല്ലെങ്കിൽ 5 മൂലകങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു സന്തുലിതമായ ഒരു പ്രവർത്തനം കൊണ്ടാണ് നമ്മുടെ ശരീരം ഏറ്റവും നല്ല ആരോഗ്യാവസ്ഥയിൽ നിലനിൽക്കുന്നത്. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് പലതരത്തിലും നമ്മുടെ ശരീരത്തിലും നമ്മുടെ സ്വഭാവത്തിലും അതേപോലെ തന്നെ ശരീരഭാഗങ്ങളിലും എല്ലാം പ്രകടമാകും. ഇങ്ങനെയുള്ള ഈ ഒരു മാനിഫെസ്റ്റേഷൻ നോക്കിയിട്ടാണ് നമ്മൾ രോഗം നിർണ്ണയിക്കുന്നത്, അതിനനുസരിച്ച് ചികിത്സ നൽകുകയും ചെയ്യുന്നത്. ഇപ്പോൾ ഒരാളുടെ മസിൽസിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ മസ്കുലാർ അട്രോപ്പി, ഡിസ്ട്രോഫി പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ സ്റ്റൊമക്ക്, സ്പ്ലീൻ ശരിയായ രീതിയിലല്ല പ്രവർത്തിക്കുന്നത് എന്നാണ്. ഒരാളുടെ സ്കിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളപ്പോൾ മനസ്സിലാക്കേണ്ടത് അയാൾക്ക് അവരുടെ ശ്വാസകോശവും വൻകുടലും ശരിയായ രീതിയിലല്ല പ്രവർത്തിക്കുന്നത്. പ്രധാനമായിട്ട് വൻകുടലിന്റെ ഒരു പ്രശ്നം കാരണമായിരിക്കും പലപ്പോഴും ഈ ക്രോണിക് ആയിട്ടുള്ള അസുഖങ്ങളൊക്കെ, ഈ സ്കിൻ ഡിസീസ് ഒക്കെ നമുക്ക് സാധാരണ കാണുന്നത്. എക്സിമ, സോറിയാസിസ് പോലുള്ള അസുഖങ്ങളൊക്കെ നമ്മൾ സാധാരണ ഈ നാട്ടുവൈദ്യങ്ങളിലൊക്കെ ഇത്തരം അസുഖമുള്ള ആളുകൾക്ക് വിരേചന ഔഷധങ്ങളാണ് കൊടുക്കാറുള്ളത്. ആയുർവേദത്തിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അവരുടെ കോളം, വൻകുടൽ വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഔഷധങ്ങളാണ് സാധാരണ കൊടുക്കാറുള്ളത്. ഇപ്പോൾ ഒരാൾക്ക് ഏറ്റവും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫേസ്, അവരുടെ ഫേസിലുള്ള സ്കിന്ന് ഏറ്റവും നല്ല ഭംഗിയോടെ നിലനിർത്തണമെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ടത് അവരുടെ ശ്വാസകോശവും വൻകുടലുമാണ്. ശ്വാസകോശം ഏറ്റവും നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഈ ഫേസ്, വൻകുടൽ നല്ല രീതിയിലായിരിക്കും. വൻകുടലും ശ്വാസകോശവും ശരിയായ രീതിയിലാണെങ്കിൽ അവർക്ക് നല്ല രീതിയിലുള്ള ഒരു മുഖ സൗന്ദര്യമൊക്കെ ലഭിക്കും. അപ്പോൾ ഈ തരത്തിൽ നമ്മൾ എല്ലാ കാര്യങ്ങളെയും പരസ്പരം കണക്ട് ചെയ്തിട്ടാണ് മനസ്സിലാക്കേണ്ടത്. ഒരാള് അമിതമായിട്ട് സാഡ്നെസ് കൊണ്ട് നടക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അപ്പോൾ മനസ്സിലാക്കേണ്ടത് എന്തോ അവരുടെ ലങ്സിന് തകരാറ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഓരോ രോഗിയെയും ഇനി നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കാണുമ്പോൾ, അല്ലെങ്കിൽ ഓരോ ആളുകളുടെയും സ്വഭാവം, അവരുടെ പ്രശ്നങ്ങളെയൊക്കെ ഈ 5 മൂലകങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. അപ്പോഴാണ് നമുക്ക് ശരിയായ രീതിയിലുള്ള ഒരു രോഗനിർണയം നമുക്ക് സാധ്യമാകുക, അതുവഴി നല്ല ചികിത്സ അവർക്ക് നൽകാൻ കഴിയുക. ഇനി നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്, ഈ 5 എലമെന്റ്സിന്റെ വിവിധ തരത്തിലുള്ള കറസ്പോണ്ടൻസ് നമ്മൾ മനസ്സിലാക്കി. ആ കറസ്പോണ്ടൻസിനെ ബേസ് ചെയ്തിട്ടുള്ള മറ്റു ചില കാര്യങ്ങൾ കൂടെ, നേരത്തെ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ കൂടെ തന്നെയാണ്, എങ്കിലും അവ ഒന്ന് വിശദീകരിക്കാം. സാധാരണഗതിയിൽ ഒരു ക്ലൈമറ്റിൽ വരുന്ന ചേഞ്ച്, അല്ലെങ്കിൽ ഒരു കാലാവസ്ഥ,
കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന രോഗങ്ങൾ സാധാരണ നമ്മൾ കണ്ടുവരുന്നതാണ്. അപ്പോൾ അമിതമായിട്ട് സമ്മർ ഹീറ്റ് ഉണ്ടാകുമ്പോൾ പല ആളുകൾക്കും ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫയർ എലമെന്റിൽ എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. സാധാരണ സീസണെ ബേസ് ചെയ്തിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ സമ്മർ എന്നുള്ളത് ഫയർ എലമെന്റുമായി ബന്ധപ്പെട്ട ഒരു സീസണാണ്. ഇതിന്റെ രണ്ട് അവയവങ്ങൾ, യിൻ അവയവവും യാങ് അവയവവും എന്ന് ചോദിച്ചാൽ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ എന്നുള്ളത് യാങ് അവയവവും ഹാർട്ടി എന്നുള്ളത് യിൻ അവയവമാണ് ഫയർ എലമെന്റിന്റെ. ഇതിന്റെ ടിഷ്യൂ നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് വെസൽസിനെ കൃത്യമായ രീതിയിൽ പരിപാലിക്കുകയും അവയെ കൺട്രോൾ ചെയ്യുകയും അതിന്റെ പ്രവർത്തനത്തെ ത്വരിതഗതിയിലാക്കുകയും ചെയ്യുന്നതെല്ലാം ഈ വെസൽസിന്റെ എല്ലാ പ്രവർത്തനത്തിലും ഈ ഫയർ എലമെന്റ് അല്ലെങ്കിൽ ഫയർ എലമെന്റുമായി ബന്ധപ്പെട്ട അവയവങ്ങൾ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ ഫയർ എലമെന്റിന്റെ അവയവങ്ങളിൽ ഹാർട്ടിലോ സ്മോൾ ഇൻറ്റെസ്റ്റൈനിലോ ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ടങ്ങിലായിരിക്കും, നാവിലായിരിക്കും അതിന്റെ ഒരു മാനിഫെസ്റ്റേഷൻ അത് പ്രകടമാകുക. എന്തെങ്കിലും തരത്തിലുള്ള കളർ ചേഞ്ചുകളും കാര്യങ്ങളൊക്കെ നമുക്ക് നാവിൽ പ്രകടമാകാൻ കാണാൻ കഴിയും. അതേപോലെ ശരീരത്തിൽ ഉണ്ടാകുന്ന റെഡ്നെസ് ഫയർ എലമെന്റ് എക്സസ് ആകുന്ന സമയത്താണ് ശരീരത്തിൽ റെഡ്നെസ്, പ്രധാനമായിട്ട് നമ്മുടെ ഫേസ് ഏരിയയിൽ ഒക്കെയാണ് ഇങ്ങനത്തെ റെഡ്നെസ് കാണാറുള്ളത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അമിതമായിട്ട് വെയിൽ കൊണ്ടു എന്ന് വിചാരിക്കുക. ഇങ്ങനെ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ഈ ആള് കുറച്ച് സമയം തണലിലേക്ക് മാറിയിരിക്കുമ്പോൾ അവരുടെ ഫേസ് ഒക്കെ ചുമന്ന് പോയിട്ടുണ്ടാവും. കാരണം അവര് ഈ അമിതമായിട്ട് വെയിൽ ചൂട് അവരുടെ ശരീരത്തിലുള്ള ഫയറിനെ എക്സസ് കണ്ടീഷനിലേക്ക് കൊണ്ടുപോയതിന്റെ ഒരു ലക്ഷണമാണ് ഈ ഫേസിലൊക്കെ കാണുന്ന റെഡ്നെസ്. അതിപ്പോ നമ്മുടെ കണ്ണിലാണെങ്കിൽ, കണ്ണ് എന്നുള്ളത് വുഡ് എലമെന്റുമായി ബന്ധപ്പെട്ട ഒരു അവയവമാണ്. അപ്പൊ കണ്ണിൽ റെഡ്നെസ് ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ലിവറിനകത്ത് ഫയർ എക്സസ് ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ അതേപോലെ തന്നെ ചില സമയത്ത് നമുക്ക് അമിതമായിട്ട് വായിലൊക്കെ കയ്പ് ടേസ്റ്റ് ഒക്കെ അനുഭവപ്പെടും, ബിറ്റർ ടേസ്റ്റ് അനുഭവപ്പെടും, ചവർപ്പ് കയ്പ് പോലുള്ള ടേസ്റ്റ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അവിടെയും ഫയർ എലമെന്റിന്റെ ഒരു പ്രശ്നമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അമിതമായിട്ട് ആഹ്ലാദമുണ്ടെങ്കിൽ അത് അമിതമായിട്ട് സന്തോഷിച്ച് നടക്കുക, വെറുതെ സംസാരിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളൊക്കെ ഈ ഫയർ എലമെന്റിന്റെ എക്സസ് കണ്ടീഷനിൽ വരുന്ന പ്രശ്നമുള്ള ആളുകളായിട്ട് നമ്മൾ പരിഗണിക്കണം. പിന്നീട് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ രണ്ട് സൈക്കിളുകളുണ്ട്. ഈ 5 എലമെന്റ്സിനെ അടിസ്ഥാനമാക്കിയിട്ട് രണ്ട് സൈക്കിളുകൾ, ഒന്ന് ജനറേഷൻ, ഒരു എലമെന്റ് മറ്റൊരു എലമെന്റിനെ ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു സൈക്കിൾ ഉണ്ട്. അതേപോലെ തന്നെ ഒരു എലമെന്റ് മറ്റൊരു എലമെന്റിനെ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ള രണ്ട് തരത്തിലുള്ള ഒരു സീക്വൻസ് അല്ലെങ്കിൽ ഒരു സൈക്കിൾ ഉണ്ട്. ഈ ക്രമപ്രകാരം നമ്മൾ പറയുകയാണെങ്കിൽ മെറ്റൽ എലമെന്റിനെയാണ് ഫയർ എലമെന്റ് കൺട്രോൾ ചെയ്യുന്നത്, നിയന്ത്രിക്കുന്നത്. അതേപോലെ ഫയർ എലമെന്റ് എർത്ത് എലമെന്റിനെയാണ് ജനറേറ്റ് ചെയ്യുന്നത്. അതിനെക്കുറിച്ചിട്ട് നമ്മൾ കൂടുതൽ അടുത്ത ഭാഗങ്ങളിൽ വിശദീകരിക്കും. അപ്പോൾ ഈ ഒരു പിക്ചർ നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഏതൊക്കെ അവയവങ്ങൾ, ഏതൊക്കെ ഇമോഷൻസ്, ടേസ്റ്റ്, ശരീരത്തിൻ്റെ കളർ വ്യത്യാസം, ഇവയൊക്കെ നമ്മൾ ജസ്റ്റ് എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. പ്രധാനമായിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് ഇത്. നമുക്ക് എർത്ത് എലമെന്റിന്റെ നോക്കുകയാണെങ്കിൽ ഡാംനെസ്, അമിതമായിട്ട് ശീതം, ഒരു ഹ്യൂമിഡിറ്റി, ശരീരത്തിൽ എപ്പോഴും ഒരു സർക്കുലേഷൻ ഇല്ലാതെ കോൾഡ്, ഒരു മരവിച്ച അവസ്ഥ. ഡാംനെസ് എന്ന് പറഞ്ഞാൽ സാധാരണ ശീതം എന്നൊക്കെയാണ് അതിനെ നമുക്ക് പറയാൻ കഴിയുക. അപ്പൊ ഡാംനെസ് അമിതമായിട്ട് ശരീരത്തിൽ ഉണ്ടാവുന്നത് പ്രധാനമായിട്ട് ലേറ്റ് സമ്മർ കാലഘട്ടത്തിൽ, ആ സീസണിലൊക്കെ ഉണ്ടാവുന്നത് സ്റ്റൊമക്ക്, സ്പ്ലീൻ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എർത്ത് എലമെന്റുമായി ബന്ധപ്പെട്ട ഒരു ഡിസ്ഫങ്ഷനാണ്, ഒരു ഇംബാലൻസ് കണ്ടീഷനാണ്. അതേപോലെ മൗത്ത്, നാവല്ലാത്ത മൗത്തിന്റെ ഏരിയയിലെല്ലാം ഏതെങ്കിലും തരത്തിലുള്ള മുറിവുകളോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ അത് സ്പ്ലെയിൻ സ്റ്റൊമക്കും അവയവുമായി ബന്ധപ്പെട്ട ഇംബാലൻസ് കണ്ടീഷനാണ്. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ മസ്കുലാർ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളെല്ലാം തന്നെ ഒന്നുകിൽ സ്റ്റൊമക്ക് അല്ലെങ്കിൽ സ്പ്ലെയിൻ എന്നീ രണ്ട് അവയവങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അമിതമായിട്ട് പെൻസീവ്നെസ്, അതായത് ആകുലത, ഉത്കണ്ഠ, ഇവയൊക്കെ വറീസ്, ആൻസൈറ്റി, ഇതുപോലുള്ള വികാരങ്ങളൊക്കെ സാധാരണഗതിയിൽ എർത്ത് എലമെന്റിന്റെ ഡിസ്ഫങ്ഷൻ കണ്ടീഷനിലാണ് സാധാരണ കണ്ടുവരുന്നത്. ഈ എർത്ത് എലമെന്റ് നിയന്ത്രിക്കുന്നത് വാട്ടർ എലമെന്റിനെയാണ്. നമുക്കറിയാം, നമുക്ക് വെള്ളത്തെ നിയന്ത്രിക്കണമെങ്കിൽ ഭൂമിയിലാണെങ്കിൽ നമ്മൾ മണ്ണ് കൊണ്ട് തടയാൻ പറ്റും. നമുക്ക് സാധാരണ നമ്മൾ കാണുന്ന ഒന്നാണ്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിൽ തന്നെ നമുക്കിത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. വെള്ളത്തെ എപ്പോഴും നിയന്ത്രിക്കണമെങ്കിൽ
എർത്തിന്റെ ഒരു സഹായം ആവശ്യമുണ്ട്. എപ്പോഴും ഈ എർത്ത് ജനറേറ്റ് ചെയ്യുന്നത് മെറ്റലിനെയാണ്. മെറ്റലിനെ ജനറേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഭൂമിയിൽ തന്നെ ഈ ലോഹങ്ങളൊക്കെ സാധാരണഗതിയിലുള്ളത് ഭൂമിക്കകത്താണ്. അപ്പോൾ ഈ ഭൂമിക്കകത്ത് വെച്ചിട്ടാണ് ഇതിൻ്റെ ഒരു ജനറേഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ ഒരു ക്രിയേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും ആമാശയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അത്തരം ആളുകൾക്ക് സ്വീറ്റ് ടേസ്റ്റിനോട് അമിതമായിട്ടുള്ള ഒരു താല്പര്യം പലപ്പോഴും നമുക്ക് കാണാൻ കഴിയും. സ്വീറ്റ് ടേസ്റ്റ് ആണ് എർത്തിന്റെ ഒരു ടേസ്റ്റ് എന്നുള്ളത്. ഇനി നമുക്ക് അടുത്ത എലമെന്റ് നോക്കാം. ഡ്രൈനെസ്. അമിതമായിട്ട് ശരീരത്തിൽ ഡ്രൈനെസ് ഉണ്ടെങ്കിൽ അത് മെറ്റൽ എലമെന്റിന്റെ ഒരു ഡിസ്ഫങ്ഷൻ ആയിട്ട് നമുക്ക് കാണാം. കാരണം നമുക്കറിയാം, ഡ്രൈനെസ് ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരവസ്ഥയിൽ പലപ്പോഴും അവർക്ക് ഈ ലങ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ ലാർജ് ഇൻറ്റസ്റ്റൈൻ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ സാധാരണ കണ്ടുവരാറുണ്ട്. അത് ഇതിന്റെ സീസൺ എന്നുള്ള ഓട്ടം സീസണാണ്. ഇതിന്റെ ഒരു ഇപ്പൊ നോസി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, അത് നോസി എന്നുള്ളത് ലങ്സിന്റെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഓർഗനാണ്. അതുകൊണ്ട് തന്നെ മെറ്റൽ എലമെന്റിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്ഫങ്ഷൻ ഉണ്ടെങ്കിൽ അത് പ്രകടമാകുന്നത്, അത് മാനിഫെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ നോസിലായിരിക്കും. നോസിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളും നമുക്ക് ലങ്സുമായി കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹെയർ, തലയിൽ ഉണ്ടാകുന്ന ഹെയർ അല്ല, നമ്മുടെ ശരീരത്തിൽ സ്കിന്നും ഹെയറും ഈ ഭാഗങ്ങളെല്ലാം കൃത്യമായ രീതിയിൽ പരിപാലിക്കുന്നത് നമ്മുടെ മെറ്റൽ എലമെന്റ് ആണ്, അഥവാ ലാർജ് ഇൻറ്റസ്റ്റൈനും ലങ്സുമാണ്. അപ്പോൾ ലങ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, വീക്ക്നെസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ, അവരുടെ ഹെയർ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ശരീരത്തിലുള്ള ഹെയർ വളരെ വീക്കായിരിക്കും. അത്ര ഒരു ഹെൽത്തി ആയിട്ട് ആവില്ല നമ്മളത് കാണുക. അമിതമായിട്ടുള്ള ഗ്രീഫ്, അതായത് സാഡ്നെസ്, ഗ്രീഫ് പോലുള്ള പ്രശ്നങ്ങൾ അമിതമായിട്ട് പാസ്റ്റായി കഴിഞ്ഞ, അതായത് കഴിഞ്ഞ കാലത്തെ, ഭൂതകാലത്തെ ആലോചിച്ചിട്ട് ഉണ്ടാകുന്ന സങ്കടത്തെയാണ് പൊതുവെ ഈ ഒരു മെറ്റൽ എലമെന്റുമായി ബന്ധപ്പെട്ട ഇമോഷനായിട്ട് പരിഗണിക്കുന്നത്. ഈ മെറ്റൽ ക്രിയേറ്റ് ചെയ്യുന്നത് വാട്ടറിനെയാണ്, അതേപോലെ തന്നെ അത് നിയന്ത്രിക്കുന്നത് വുഡിനെയാണ്. പിന്നെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് അമിതമായിട്ടുള്ള വൈറ്റ് കളർ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഒരാളുടെ ഫേസ് പെയിൽ കളറാണ്, വിളറിയ അവസ്ഥയിലാണെങ്കിൽ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ മെറ്റൽ എലമെന്റ് ലങ്സിലോ ലാർജ് ഇൻറ്റസ്റ്റൈനിലോ എന്തോ കൃത്യമായ രീതിയിലുള്ള ഒരു ബലഹീനത ഉണ്ട് എന്നുള്ളതാണ്, ഡെഫിഷ്യൻസി കണ്ടീഷൻ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി വാട്ടർ എലമെന്റ്. വാട്ടർ എലമെന്റിന്റെ കോൾഡ് ആണ്. നമുക്കറിയാം, ഈ തണുപ്പ് കാലത്തൊക്കെ നമ്മുടെ ശരീരത്തിൽ എഡിമ, സ്വെല്ലിംഗ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ കാണും. തണുപ്പ് കാലമായി കഴിഞ്ഞാൽ നമ്മുടെ സർക്കുലേഷൻ എപ്പോഴും ഒരു കോൾഡ് ലിംസ്, നമ്മുടെ കൈകളും കാലുകളും ഒക്കെ തണുത്തിരിക്കുന്ന അവസ്ഥ, ശരീരത്തിന്റെ പല ഭാഗത്തും നീർക്കെട്ട്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കാണും. അപ്പൊ ഈ കോൾഡ് എന്നുള്ള കണ്ടീഷൻ വാട്ടർ എലമെന്റുമായി ബന്ധപ്പെട്ട അതിന്റെ ഒരു ഡിസ്ഫങ്ഷൻ ആയിട്ട് നമുക്ക് കാണാൻ കഴിയണം. യൂറിനറി ബ്ലാഡറും കിഡ്നിയുമായി ബന്ധപ്പെട്ട എല്ലാ രോഗങ്ങളും വാട്ടർ എലമെന്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. ഇത് പ്രധാനമായിട്ട് വിന്റർ സീസണിലായിരിക്കും ഈ വാട്ടർ എലമെന്റിന്റെ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അമിതമായിട്ട് സാൾട്ടി ടേസ്റ്റുകൾ താല്പര്യമുണ്ടെങ്കിൽ അത് വാട്ടർ എലമെന്റിന്റെ ഇംബാലൻസ് കണ്ടീഷനാണ്. നമ്മുടെ ശരീരത്തിലുള്ള മാരോസ് എന്നുള്ളത് നമ്മുടെ TCM അല്ലെങ്കിൽ അക്യുപങ്ക്ചറിന്റെ കാഴ്ചപ്പാടിൽ സാധാരണഗതിയിൽ ഈ നമ്മൾ മോഡേൺ സയൻസിൽ പറയുന്നത് പോലെ ബോൺ മാരോ മാത്രമല്ല, ബോൺ മാരോ, സ്പൈനൽ കോഡ്, നമ്മുടെ ബ്രെയിൻ, ഇത്രയും ഏരിയയെ മൊത്തം ഉൾക്കൊള്ളുന്ന ഒരു കൺസെപ്റ്റാണ് മാരോ എന്നുള്ളത്. അപ്പോൾ ഈ മാരോയെ കൃത്യമായ രീതിയിൽ നിയന്ത്രിക്കുന്നത്, അവർക്ക് പരിപോഷണം നൽകുന്നത്, അവയെ ഉണ്ടാക്കുന്നത് എല്ലാം തന്നെ കിഡ്നിയാണ്. കിഡ്നിയിൽ നമ്മുടെ ഒരു സത്ത എന്ന് പറഞ്ഞൊരു ഒരു ഘടകം ഉൾക്കൊണ്ടിട്ടുണ്ട്. അതായത് നമ്മൾ ജനിക്കുന്ന സമയത്ത് നമ്മൾ പാരൻസിൽ നിന്നും ആർജിച്ചെടുക്കുന്ന ഒരു എസെൻസ്, അതാണ് നമ്മുടെ ഒരു സത്ത എന്ന് പറയുന്നത്. അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ, നമ്മുടെ സ്വഭാവത്തെയും അതേപോലെ തന്നെ നമ്മുടെ ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും ഒക്കെ ശരിയായ രീതിയിൽ നിലനിർത്തുന്ന നമ്മുടെ എസെൻസ് ആണ്. ആധുനിക വൈദ്യശാസ്ത്രത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ DNA എന്ന് പറയുന്ന ഏകദേശം സമാനമായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് എസെൻസ് എന്നുള്ളത്. ഈ എസെൻസ് പ്രകാരം പറയുകയാണെങ്കിൽ സാധാരണ നമുക്ക് ഈ ജനിതക രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. സാധാരണ നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടാകും, ഈ ഇന്ത്യൻ അക്യുപങ്ക്ചർ പോലുള്ള സിസ്റ്റംസിലൊക്കെ സാധാരണ പറയാറുണ്ട് ജനിതക രോഗങ്ങൾ എന്ന് പറയുന്ന, ജനറ്റിക് ഡിസീസ് എന്ന് പറയുന്ന ഒരു ഏരിയ ഇല്ല എന്നുള്ളത്. അത് തീർത്തും തെറ്റാണ്. കാരണം ട്രഡീഷണൽ ചൈനീസ് മെഡിസിന്റെ കൺസെപ്റ്റിൽ
നമുക്ക് DNA അല്ലെങ്കിൽ ജനിതക ഘടകങ്ങളിലുള്ള വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ പാരമ്പര്യമായിട്ടുള്ള ഘടകങ്ങൾ സ്വാധീനം ചെലുത്തിയിട്ട് ധാരാളം അസുഖങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ എസെൻസ് ആണ് നമ്മുടെ പ്യൂബേർട്ടി, അതേപോലെ മെൻസ്ട്രേഷൻ, ഇത്തരം കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരാളുടെ ഈ ഇൻഫെർട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ട രോഗങ്ങളൊക്കെ എസെൻസുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ ഒരാൾക്ക് ഒരു ഒരു അച്ഛൻ മകന് ജന്മം നൽകുന്ന ആ അവസ്ഥയിൽ പലപ്പോഴും അവരുടെ ഇമോഷൻ ശരിയായ രീതിയിലല്ല, അല്ലെങ്കിൽ അവരുടെ ഹെൽത്ത് ശരിയായ രീതിയിലല്ലെങ്കിൽ തീർച്ചയായിട്ടും അത് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ എസെൻസിനെ ബാധിക്കും. പിന്നീട് ഇവർക്കൊരു കുഞ്ഞുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അവരിലേക്കും ഇതിന്റെ ഒരു പ്രശ്നം സാധാരണ കണ്ടുവരാറുണ്ട്. അപ്പോൾ ഈ പാരമ്പര്യമായിട്ട് രോഗാവസ്ഥ ഉണ്ടാകുമോ എന്നുള്ളത് അക്യുപങ്ക്ചറിന്റെ കാഴ്ചപ്പാടിൽ ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പോവാൻഡിയുടെ രചിച്ചിങ്ങിലൊക്കെ ഇത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം എസെൻസി എന്നുള്ള ഒരു ആശയം വളരെ വിശാലമായിട്ടുള്ള ആശയമാണ്. അതിനകത്ത് നമുക്ക് നമ്മുടെ സോളിനെ കൂടെ സ്വാധീനിക്കുന്ന അത്രയും വലിയ ഒരു കാഴ്ചപ്പാടാണ് നമ്മൾ മോഡേൺ സയൻസിൽ പറയുന്ന DNA-ക്കപ്പുറമുള്ള ഒരു കാഴ്ചപ്പാടാണ് യഥാർത്ഥത്തിൽ എസെൻസി എന്നുള്ളത്. ഈ എസെൻസിനെ കുറിച്ചിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ വിവരിക്കും. അപ്പൊ ഈ എസെൻസിന്റെ ഒരു ഇരിപ്പിടം, എസെൻസ് നിലകൊള്ളുന്ന സ്ഥലം എന്നുള്ളത് നമ്മുടെ കിഡ്നിയാണ്. അതുകൊണ്ടാണ് സാധാരണ നമ്മുടെ ഏറ്റവും വൈറ്റാലിറ്റി ബേസ് ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അവയവം എന്നുള്ളത് കിഡ്നി ആവാനുള്ള പ്രധാന കാരണം. പിന്നെ ഇതിന്റെ ഒരു പ്രശ്നം പ്രകടമാകുന്ന എക്സ്റ്റേണൽ ഓർഗൻ അല്ലെങ്കിൽ അതിന്റെ സെൻസ് ഓർഗൻ എന്നുള്ളത് ഇയേഴ്സ് ആണ്. നമ്മുടെ ചെവിയുമായി ബന്ധപ്പെട്ട ബാലൻസ് ഡിസോർഡേഴ്സ്, പലപ്പോഴും ഈ ബാലൻസിന്റെ പ്രശ്നം പറയുന്ന ധാരാളം ആളുകളുണ്ട്. അത് കിഡ്നിയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ഫിസിയോതെറാപ്പിയിലൊക്കെ കിഡ്നിയുടെ കറസ്പോണ്ടൻസ് ഏരിയയിൽ കിഡ്നി ബീൻ സപ്ലൈ ചെയ്താൽ തന്നെ നല്ല റിസൾട്ട് നമുക്ക് ലഭിക്കും. അല്ലെങ്കിൽ കിഡ്നിയുടെ കറസ്പോണ്ടൻസ് ഏരിയയിൽ റെഡ് കളർ പോലുള്ള വസ്തുക്കൾ അപ്ലൈ ചെയ്യാം, ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്യാം. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ബാലൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ചെവിയുമായി ബന്ധപ്പെട്ട കേൾവി അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ നമുക്ക് വാട്ടർ എലമെന്റുമായി കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അമിതമായിട്ട് ഭയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കിഡ്നിയുമായി ബന്ധപ്പെട്ട ഒരു ഡിസോർഡർ ആണ്. ഇപ്പൊ ഈ കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള രോഗികളൊക്കെ നമ്മളിങ്ങനെ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവർക്ക് എപ്പോഴും ഒരു ഭയമായിരിക്കും. കിഡ്നി ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് നല്ല ഒരു ഭയം അവർക്ക് അനുഭവപ്പെടും. പ്രത്യേകിച്ച് ലോ ബാക്ക് പെയിൻ ഉള്ള ആളുകൾക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഈ ലോ ബാക്ക് പെയിൻ എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒന്ന് കിഡ്നി ഡെഫിഷ്യൻസിയാണ്. അതുകൊണ്ട് തന്നെ മറ്റ് പല കാരണങ്ങൾ കൊണ്ടും ലോ ബാക്ക് പെയിൻ വരും. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കിഡ്നി ഡെഫിഷ്യൻസി കണ്ടീഷനിലാവുന്ന സമയത്താണ് ലോ ബാക്ക് പെയിൻ വരുന്നത്. കാരണം നമ്മുടെ നട്ടെല്ലിനെ നിയന്ത്രിക്കുന്നതും അവയെ ശരിയായ രീതിയിൽ ക്രമീകരിക്കുന്നതും ഒക്കെ നമ്മുടെ കിഡ്നിയാണ്. അപ്പൊ ഈ കിഡ്നി വീക്ക്നെസ് ഉള്ള ആളുകൾക്കൊക്കെ ഈ ലോ ബാക്ക് പെയിൻ പലപ്പോഴും അനുഭവപ്പെടാറുണ്ട്. ഇങ്ങനെ ലോ ബാക്ക് പെയിൻ അനുഭവപ്പെടുമ്പോൾ നമ്മൾ ഇത്തരം ആളുകളെ നമ്മൾ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവർക്ക് അമിതമായിട്ട് എപ്പോഴും ഇങ്ങനെ ഭയത്തോടെ ആയിരിക്കും അവർ സംസാരിക്കുന്നത്. അപ്പോൾ ഈ തരത്തിലൊക്കെ നമുക്ക് രോഗികളിൽ നിന്ന് നമുക്ക് അവരുടെ സിംറ്റംസിനെ മനസ്സിലാക്കിയിട്ട് ഏത് ഓർഗനുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് അവരുടെ ശരീരത്തിലുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ശരീരത്തിൽ മാനിഫെസ്റ്റ് ചെയ്യുന്ന ബ്ലാക്ക് കളർ, ഈ ബ്ലാക്ക് മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ബ്ലാക്ക് കളറിലുള്ള പ്രകടമാകുന്ന അവസ്ഥ ഉണ്ടാകുന്നത് വാട്ടർ എലമെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡെഫിഷ്യൻസി കണ്ടീഷനിലും എക്സസ് കണ്ടീഷനിലും അങ്ങനെ സംഭവിക്കാറുണ്ട്. ഇപ്പോൾ ചില മുറിവുകളൊക്കെ ആദ്യഘട്ടത്തിൽ റെഡ് കളർ ആയിരിക്കും. പിന്നെ അത് ക്രോണിക് കണ്ടീഷനിലേക്ക് പോകുന്തോറും അതിന്റെ ഒരു അവസ്ഥ ബ്ലാക്ക് കളറിലേക്ക് മാറുന്നതായിട്ട് കാണാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഹാർട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു. ഹാർട്ട് എലമെന്റിന്റെ ഒരു ഡിസ്ഫങ്ഷൻ മൂലം സംഭവിച്ച പ്രശ്നമായിരുന്നു. പക്ഷെ അത് പിന്നീട് ക്രമേണ മറ്റൊരു ഓർഗനെ കൂടി ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് ബ്ലാക്ക് കളറിലേക്ക് മാറിയിട്ടുള്ളത്. അപ്പൊ അവയൊക്കെ ചികിത്സിക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ് ഇങ്ങനെ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് അതിന്റെ റൂട്ട് കോസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെ ചികിത്സിക്കാൻ കഴിയും. ഈ വാട്ടർ ജനറേറ്റ് ചെയ്യുന്നത് വുഡിനെയാണ്. കാരണം നമുക്കറിയാം ഈ വെള്ളം ഉണ്ടെങ്കിലാണ് മരങ്ങളൊക്കെ വളർന്നു വരുന്നത്. അപ്പൊ ഈ ഗ്രോത്ത് എന്നുള്ളത് എപ്പോഴും വാട്ടർ എലമെന്റുമായി ബന്ധപ്പെട്ടതാണ്. ഈ വാട്ടർ നിയന്ത്രിക്കുന്ന ഫയറിനെയാണ്. കാരണം ഈ നമുക്ക് വാട്ടറിനെ എപ്പോഴും നമുക്ക് കൺട്രോൾ ചെയ്ത് നിലനിർത്താൻ കഴിയുന്നത് ഈ വെള്ളത്തെ വറ്റിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഒക്കെ ഈ ഫയറിനുണ്ട്. അപ്പോൾ ആ തരത്തിൽ ഈ വാട്ടർ കൺട്രോൾ ചെയ്യുന്നത് ഫയറിനെയാണ്. അല്ലെങ്കിൽ തീ കെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഫയർ ഉപയോഗിക്കാം.
തീ കെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് വാട്ടർ ഉപയോഗിക്കാം. അതായത് അമിതമായിട്ട് തീ കത്തുന്നുണ്ടെങ്കിൽ, അമിതമായിട്ട് ചൂടുണ്ടെങ്കിൽ നമ്മൾ ഒരു കോൾഡിന് അപ്ലൈ ചെയ്യുന്നു. അതായത് അവിടെ നമ്മൾ വാട്ടറിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, നിയന്ത്രിക്കാൻ പറ്റും. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഉള്ളത് വുഡ്. അപ്പോൾ വിൻഡ് എന്നുള്ള ഒരവസ്ഥ സാധാരണഗതിയിൽ TCMന്റെ കൺസെപ്റ്റിൽ നമ്മൾ സാധാരണ ഈ വൈറസ്, ബാക്ടീരിയ രോഗങ്ങളെ കുറിച്ചിട്ടൊക്കെ സാധാരണ പലതരത്തിലുള്ള ചർച്ചകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ബാക്ടീരിയ ഉണ്ടോ, അണുബാധ, മൂലപസവങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള തരത്തിലൊക്കെ ധാരാളം ചർച്ചകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ ട്രഡീഷണൽ ചൈനീസ് മെഡിസിന്റെ ഏറ്റവും ക്ലാസിക് ആയിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ പറയുന്നത് വിൻഡ് എന്നുള്ള കൺസെപ്റ്റ് യഥാർത്ഥത്തിൽ നേരത്തെ നമ്മൾ DNA കാര്യം പറഞ്ഞ പോലെ തന്നെ ഈ വൈറസ്, ബാക്ടീരിയയെ ഉൾക്കൊള്ളുന്ന കൺസെപ്റ്റാണ്. വിൻഡിന്റെ ഒരു ചൈനീസ് വാക്ക് നോക്കുമ്പോൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റുന്നത് ഏറ്റവും ചെറിയ പ്രാണികളെ കുറിച്ചിട്ടാണ്, ഇൻസെക്റ്റിനെ കുറിച്ചിട്ടാണ് അവിടെ വിവരിക്കുന്നത്. അപ്പൊ ആ തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ വിൻഡി എന്നുള്ള ഒരാശയം യഥാർത്ഥത്തിൽ നമുക്ക് രോഗാണു സിദ്ധാന്തത്തെ, രോഗാണുക്കൾ രോഗാവസ്ഥ ഉണ്ടാക്കുന്നതിനെ ഉൾക്കൊള്ളുന്ന ഒന്നാണ്. പൂർണ്ണമായിട്ട് മോഡേൺ മെഡിക്കൽ സയൻസിനെ ബേസ് ചെയ്തിട്ടല്ലെങ്കിലും നമുക്ക് ഈ വിൻഡി എന്നുള്ള കൺസെപ്റ്റിനകത്ത് ഈ വൈറസും ബാക്ടീരിയയും പോലുള്ള രോഗകാരികളായിട്ടുള്ള വസ്തുക്കൾ, ഘടകങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. ഈ സ്പ്രിംഗ് കാലത്താണ് പ്രധാനമായിട്ട് ഈ വിൻഡിന്റെ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. ഈ വുഡിന്റെ പ്രധാനപ്പെട്ട അവയവങ്ങളാണ് ഗോൾ ബ്ലാഡറും ലിവറും. പിത്താശയവും എന്നുള്ളത് യങ് അവയവവും ലിവർ എന്നുള്ളത് ഇൻ അവയവമാണ്. ഇതിന്റെ എക്സ്റ്റേണൽ ഓർഗൻ ആണ് ഐസ്. പിന്നെ ഗ്രീൻ കളറിലുള്ള മാനിഫെസ്റ്റേഷൻസ് ഒക്കെ നമുക്ക് വുഡ് എലമെന്റുമായി ബന്ധപ്പെട്ട ഡിസോർഡേഴ്സ് ആയിട്ട് കണക്കാക്കാം. നമ്മുടെ ടെൻഡൻസ്, മസിൽ ടെൻഡൻസ്, അതുപോലെ ലിഗ്മെന്റ്, സിനൂസ് എന്നുള്ള കൺസെപ്റ്റിലാണ് സാധാരണ നമ്മൾ അവയെ രണ്ടിനെയും ഉൾക്കൊണ്ടിട്ട് പറയാറുള്ളത്. ടെൻഡൻസും ലിഗ്മെന്റ്സും ഇതിൽ വരുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ ഈ വുഡ് എലമെന്റുമായി ബന്ധപ്പെട്ട ലിവറിലോ ഗോൾ ബ്ലാഡറിലോ വരുന്ന പ്രശ്നം മൂലം ഉണ്ടാകുന്നതാണ്. എപ്പോഴും പുളി കഴിച്ചുകൊണ്ടിരിക്കാനുള്ള, സവർ ടേസ്റ്റിനോടുള്ള ഒരു താല്പര്യം ഉണ്ടാകുന്നത് വുഡ് എലമെന്റിൽ ഇംബാലൻസ് ഉണ്ടാകുന്ന സമയത്താണ്. അമിതമായിട്ട് ദേഷ്യം പ്രകടമാകുന്നതും വുഡ് എലമെന്റിന്റെമായി ബന്ധപ്പെട്ടതാണ്. അതേപോലെ തന്നെ ഈ വുഡ് എലമെന്റ് ആണ് എർത്ത് എലമെന്റിനെ ക്രിയേറ്റ് ചെയ്യുന്നത്, നിയന്ത്രിക്കുന്നത്. വുഡ് എലമെന്റ് ഫയർ എലമെന്റിനെ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആ സൈക്കിളിനെ കുറിച്ചിട്ട് നമ്മൾ അടുത്ത ഭാഗത്ത് വിവരിക്കുന്നുണ്ട്. ഈ ജനറേഷൻ അതേപോലെ കൺട്രോൾ സീക്വൻസിനെ കുറിച്ചിട്ട് നമ്മൾ വളരെ വിശദമായിട്ട് ഇനി അടുത്ത ഭാഗത്ത് മനസ്സിലാക്കും. അപ്പോൾ നമ്മളിനി ഇത്രയും കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണെങ്കിലും അവയെ ഒന്നുകൂടെ വിശദീകരിച്ചതാണ്. കാരണം 5 എലമെന്റ്സ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് അത്രയും മനസ്സിലാക്കി വെക്കേണ്ട ഏരിയ ആയതുകൊണ്ട് വീണ്ടും കൂടുതൽ വിശദീകരണങ്ങൾ ആവശ്യമുള്ളത് കൊണ്ടാണ് വീണ്ടും ഈ കാര്യം വിശദീകരിക്കുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇവയുടെ ജനറേഷൻ സീക്വൻസിനെ കുറിച്ചിട്ടാണ്. ഷെൻ സൈക്കിൾ എന്നാണ് അറിയപ്പെടുന്നത്. നമുക്കറിയാം, ഇത് നമ്മുടെ ഒരു ഡയഗ്രമായിട്ട് നമ്മൾ വരച്ചു വെക്കുന്ന സമയത്ത് ഇതിനൊരു ക്രമമുണ്ട്. ആദ്യം നമ്മൾ വുഡിനെ, പിന്നെ ഫയറിനെ, എർത്തിനെ, മെറ്റലിനെ, വാട്ടറിനെ, ഇങ്ങനെ ഒരു ക്രമത്തിലാണ് ഇവയെ നമ്മൾ ഇവിടെ ഒരു സീക്വൻസ് ആയിട്ട്, ഒരു ക്രമമായിട്ട് ഇവിടെ വരച്ചു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഉള്ള ഈ ഡയറക്ഷൻ എന്നുള്ളത് ക്രിയേഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഒരു ക്ലോക്ക് വൈസിലുള്ള ഒരു ഡയറക്ഷനാണ്. ഘടികാര ദിശയിലുള്ള ഈ ഡയറക്ഷൻ സൂചിപ്പിക്കുന്ന ക്രിയേഷനെയാണ്. ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ള ഈ ആരോ സൂചിപ്പിക്കുന്നത് ക്രിയേഷനെയാണ്. അഥവാ വുഡ് ക്രിയേറ്റ് ചെയ്യുന്നത് ഫയറിനെയാണ്, ഫയർ ക്രിയേറ്റ് ചെയ്യുന്നത് എർത്തിനെയാണ്, എർത്ത് ക്രിയേറ്റ് ചെയ്യുന്നത് മെറ്റലിനെയാണ്, മെറ്റൽ ക്രിയേറ്റ് ചെയ്യുന്നത് വാട്ടറിനെയാണ്, വാട്ടർ വുഡിനെ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ക്രിയേഷൻ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമുക്കറിയാം, നമ്മുടെ ഓരോ വസ്തുവാണെങ്കിലും ഒന്നിൽ നിന്ന് മറ്റൊരു വസ്തു ഉണ്ടാവുന്നുണ്ട്. ഭൂമിയിലൊക്കെ അങ്ങനെ തന്നെയാണ്. നമുക്ക് ഒരു ഫ്രൂട്ട്സ് താഴെ ഭൂമിയിൽ വീണ് കഴിഞ്ഞാൽ ആ ഫ്രൂട്ട്സിന്റെ സീഡ്സ് പിന്നീട് മണ്ണിൽ ആഴ്ന്നിറങ്ങി അല്ലെങ്കിൽ മണ്ണിൽ നിക്ഷേപിച്ചതിന് ശേഷം അതൊരു മരമായിട്ട് വളർന്നു വരുന്നുണ്ട്. പിന്നീട് അത് മറ്റ് രൂപത്തിലേക്ക് മാറുന്നുണ്ട്. ഇങ്ങനെ ഒന്നിൽ നിന്ന് മറ്റൊന്ന് രൂപപ്പെടുന്ന ഒരു തരത്തിൽ തന്നെയാണ് നമ്മുടെ പ്രപഞ്ചത്തിലുള്ള ഒരു സംവിധാനം എന്നുള്ളത്. ഒന്നിൽ നിന്നാണ് മറ്റൊന്ന് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഈ 5 എലമെന്റ്സിനെ, പഞ്ചമൂലകങ്ങളെ മനസ്സിലാക്കുകയാണെങ്കിലും ഈ തരത്തിൽ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഒന്ന് മറ്റൊന്നിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഫയർ എർത്തിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അതായത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എർത്താണ്
മെറ്റലിനെ ഉൽപ്പാദിപ്പിക്കുന്നത്, മെറ്റലാണ് വാട്ടറിനെ ഉൽപ്പാദിപ്പിക്കുന്നത്, വാട്ടറാണ് വുഡിനെ ഉൽപ്പാദിപ്പിക്കുന്നത്, വുഡാണ് ഫയറിനെ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഉൽപാദനം എന്നുള്ളത് ശരിയായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കണം. ക്രിയേഷൻ ശരിയായ രീതിയിൽ നടക്കുമ്പോഴാണ് അടുത്ത അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന മൂലകം ശരിയായ രീതിയിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഫയർ ശരിയായ രീതിയിൽ പ്രവർത്തിച്ച് അത് എർത്തിനെ ഉൽപ്പാദിപ്പിക്കണം. ഈ എർത്ത് മൂലകത്തെ അല്ലെങ്കിൽ എർത്ത് എനർജിയെ ഉൽപ്പാദിപ്പിക്കുന്നില്ലെങ്കിൽ നമുക്ക് എർത്ത് എലമെന്റുമായി ബന്ധപ്പെട്ട ഒരു ഡെഫിഷ്യൻസി കണ്ടീഷൻ, ബലഹീനത അനുഭവപ്പെടും. അപ്പോൾ ശരിയായ രീതിയിൽ എർത്ത് എർത്ത് മൂലകം അല്ലെങ്കിൽ എർത്ത് എനർജി മെറ്റൽ എനർജിയെ ഉൽപ്പാദിപ്പിച്ചിട്ടില്ലെങ്കിൽ അവിടെ മെറ്റൽ എനർജിയുടെ ഒരു ഡെഫിഷ്യൻസി കണ്ടീഷൻ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ഓരോ ഘടകങ്ങളും ഓരോ മൂലകങ്ങളും മറ്റൊരു മൂലകത്തെ ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന മൂലകത്തെ നമുക്ക് മദർ എന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മൂലകത്തെ നമുക്ക് ചൈൽഡ് എന്നും വിളിക്കാം. അപ്പോൾ ഈ മദർ ചൈൽഡ് റിലേഷൻഷിപ്പ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡയഗ്രമാണ് കൊടുത്തിട്ടുള്ളത്. അത് വുഡ് എലമെന്റ്, വുഡ് എന്നുള്ളത് മദർ ഓഫ് വുഡ് എലമെന്റിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ലിവർ അവയവം എന്നുള്ളത് ഹാർട്ടിനെ ഉൽപ്പാദിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഹാർട്ടിന്റെ അമ്മയാണ് എന്നുള്ള തരത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ മദർ ചൈൽഡ് റിലേഷൻഷിപ്പ് എന്തിനാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ചോദിച്ചാൽ, ഏതെങ്കിലും തരത്തിലുള്ള ഒരു എലമെന്റ് ഒരു ഓർഗനിൽ വരുന്ന എനർജിയിൽ കുറവ് സംഭവിക്കുമ്പോൾ അപ്പോൾ നമ്മൾ അവിടെ അതിൻ്റെ മദർ എലമെന്റിനെയാണ് നമ്മൾ ചികിത്സിക്കേണ്ടത്, അല്ലെങ്കിൽ മദർ എലമെന്റുമായി ബന്ധപ്പെട്ട അവയവത്തെയാണ് ചികിത്സിക്കേണ്ടത്. ഒരാൾക്ക് ഹാർട്ട് സംബന്ധമായിട്ടുള്ള ഒരു കുറവുണ്ടെങ്കിൽ, ഹാർട്ട് ശരിയായ രീതിയിലല്ല, അവർക്ക് എപ്പോഴും കിതപ്പാണ്, അവരുടെ ഹാർട്ട് എനർജി വളരെ വീക്കാണ്, അങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ശരിയായ രീതിയിൽ ചില സമയത്ത് ലിവർ ഈ ഹാർട്ടിനെ ആവശ്യമായിട്ടുള്ള എനർജിയെ ഉൽപ്പാദിപ്പിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഈ ഉൽപാദനം ശരിയായ രീതിയിൽ നടന്നിട്ടില്ലെങ്കിൽ അവർക്ക് ഹാർട്ട് സംബന്ധമായിട്ടുള്ള ഡെഫിഷ്യൻസി കണ്ടീഷൻ ഉണ്ടാകും. ഇപ്പോൾ അമിതമായിട്ട് ദേഷ്യം ഒരാൾ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ശരിയായ രീതിയിലുള്ള ഉൽപാദനം നടക്കില്ല. അമിതമായിട്ട് ലിവറിൽ ഹീറ്റ് വരുന്ന സമയത്ത് ശരിയായ രീതിയിലാവില്ല പലപ്പോഴും ഈ ഹാർട്ട് എനർജിയെ ലിവർ ഉൽപ്പാദിപ്പിക്കുന്നത്. അങ്ങനെയുള്ള കണ്ടീഷനിൽ പലപ്പോഴും ഹാർട്ടിൽ എനർജി ലെവലിൽ ഡെഫിഷ്യൻസി കണ്ടീഷൻ ഉണ്ടാകും. ഇപ്പൊ ഹാർട്ടിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ മദർ ഓഫ് സ്പ്ലീൻ ആണ്. ഹാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയർ എലമെന്റ് ആണ് ഈ എർത്ത് എലമെന്റിനെ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിനെ നമ്മൾ സൺ എന്നും അല്ലെങ്കിൽ ചൈൽഡ് എന്നും ഉൽപ്പാദിപ്പിക്കുന്നവയെ നമ്മൾ മദർ എന്ന് വിളിക്കുന്നു. ഹാർട്ട് ഉൽപ്പാദിപ്പിക്കുന്നത് സ്പ്ലീനെയാണ്. സ്പ്ലീൻ എനർജിയെ ഉൽപ്പാദിപ്പിക്കുന്നു. അതുകൊണ്ട് സ്പ്ലീൻ ഹാർട്ട് എന്നീ രണ്ട് അവയവങ്ങളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്പ്ലീനിന്റെ അമ്മയാണ് ഹാർട്ടിന്റെ ചൈൽഡാണ് സ്പ്ലീൻ എന്നുള്ളത് പറയാൻ കഴിയും. ഇതേപോലെ തന്നെ സ്പ്ലീൻ ലങ്സിന്റെ മദറാണ് അല്ലെങ്കിൽ അമ്മയാണ്. ലങ്സിൽ വരുന്ന എനർജിയെ ഉൽപ്പാദിപ്പിക്കുന്നത് സ്പ്ലീൻ ആണ്. അപ്പോൾ സ്പ്ലീനിനെ മദർ ഓഫ് ലങ് എന്നാണ് അറിയപ്പെടുക. ഇനി ലങ്സ് ഉൽപ്പാദിപ്പിക്കുന്നത് കിഡ്നിയെയാണ്. കിഡ്നിയെ ശരിയായ രീതിയിൽ ഊർജ സമ്പുഷ്ടമാക്കുന്നത് അല്ലെങ്കിൽ ശരിയായ ഊർജാവസ്ഥയിൽ നിലനിർത്തുന്നത് ലങ്സ് ആണ്. ലങ്സ് ശരിയായ രീതിയിലുള്ള എനർജിയെ ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ടാണ്, കിഡ്നി എനർജിയെ ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ടാണ് ഈ ലങ്സിനെ മദർ ഓഫ് കിഡ്നി എന്ന് പറയുന്നത്. കിഡ്നി ആണെങ്കിൽ ലിവറിനെ ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ കിഡ്നിയെ നമ്മൾ പറയുന്നത് മദർ ഓഫ് ലിവർ ആണ്. ലിവറിന്റെ മദർ ആയിട്ടാണ്, അമ്മയായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ മദർ ചൈൽഡ് റിലേഷൻഷിപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ രോഗങ്ങളെ ചികിത്സിക്കുന്ന സമയത്ത് മകന് അസുഖം വന്നു കഴിഞ്ഞാൽ ഈ മകനെ ഈ സണ്ണുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ചൈൽഡുമായി ബന്ധപ്പെട്ട എലമെന്റിന്റെ അവയവങ്ങൾക്ക് പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ മദറിനെ ആയിരിക്കും ചികിത്സിക്കുന്നത്. കാരണം മദർ ശരിയായ രീതിയിൽ ചൈൽഡിനെ ഉൽപ്പാദിപ്പിക്കാത്തത് കൊണ്ടാണ് ഇവിടെ രോഗാവസ്ഥ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഡെഫിഷ്യൻസി കണ്ടീഷൻ പ്രധാനമായിട്ട് അല്ലെങ്കിൽ ഈ
ഇംബാലൻസ് കണ്ടീഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കുറഞ്ഞു പോകുന്ന അവസ്ഥ, ഒരു അവയവത്തിന്റെ എനർജി കുറഞ്ഞു പോകുന്ന അവസ്ഥ. അപ്പൊ ഈ എനർജി കുറയാനുള്ള പ്രധാനപ്പെട്ട കാരണം അമ്മ ശരിയായ രീതിയിൽ ചൈൽഡിനെ ഉൽപ്പാദിപ്പിക്കാത്തതാണ്, മകനെ ഉൽപ്പാദിപ്പിക്കാത്തതാണ്. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥ വരുമ്പോൾ അവയെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മദർ ചൈൽഡ് റിലേഷൻഷിപ്പിനെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പല സ്ഥലത്തും മദർ സൺ എന്ന് കാണും. അതിലേറെ കുറച്ചുകൂടെ ആപ്റ്റ് ആയിട്ടുള്ള വാക്ക്, ഒരു ടേം എന്നുള്ളത് മദർ ചൈൽഡ് എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം ഈ സൺ എന്ന് പറയുമ്പോൾ മകനാണ്. അപ്പോൾ മകൻ എന്ന് പറയുന്നതിലേറെ നമുക്ക് എപ്പോഴും നല്ലത് ഒരു ചൈൽഡ്, ഒരു കുട്ടി എന്ന് പറയുന്നതാണ്. കാരണം നമ്മുടെ കൺസെപ്റ്റിൽ ഉൽപാദനം എന്നുള്ളത് ഒരു ഡോട്ടറാണ്. അപ്പോൾ ഡോട്ടർ എന്ന് പറയുന്നതിന് ഒരു പ്രയാസമുണ്ടെങ്കിൽ നമ്മൾ ചൈൽഡ് എന്നുള്ള തരത്തിൽ പറയുക. മദർ ചൈൽഡ് റിലേഷൻഷിപ്പ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പല സ്ഥലത്തും നമുക്ക് മദർ സൺ റിലേഷൻഷിപ്പ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അതിലേറെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു വാക്ക് എന്നുള്ളത് മദർ ചൈൽഡ് റിലേഷൻഷിപ്പ് എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ അതേ സൈക്കിൾ തന്നെ ഒന്നുകൂടെ കാണിച്ചിട്ടുണ്ട്. ലിവർ ക്രിയേറ്റ്സ് സ്പ്ലീൻ. ലിവർ ആണ് സ്പ്ലീനിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ലിവർ സ്പ്ലീനിനെ ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ലിവർ എനർജി അല്ലെങ്കിൽ ലിവർ ചി സ്പ്ലീൻ ചിയെ ക്രിയേറ്റ് ചെയ്യുന്നു. ചി എന്നുള്ളത് നമുക്കറിയാലോ. ചി എന്നുള്ളത് ചൈനീസ് മെഡിസിന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഒരു ടേമാണ്. ചി എന്ന് പറഞ്ഞാൽ വൈറ്റൽ ഫോഴ്സിനെ അല്ലെങ്കിൽ യൂണിവേഴ്സൽ എനർജിയെ അല്ലെങ്കിൽ നമ്മുടെ അവയവുമായി ബന്ധപ്പെട്ട ഊർജത്തെയാണ് ചി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. QI എന്നും അതേപോലെ CHI എന്നും KI എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും. കൊറിയൻ കൺസെപ്റ്റിൽ KI എന്നാണ് പറയുക. QI എന്നാണ് മോഡേൺ ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുക. ചൈനീസ് ഗ്രന്ഥങ്ങളിലൊക്കെ CHI എന്നാണ് കാണാൻ കഴിയുക. എന്തായാലും അതൊരു ചൈനീസ് വാക്കാണ്. ഈ ചൈനീസ് വാക്കിന്റെ അർത്ഥം എനർജി എന്നുള്ളതാണ്. സാമാന്യമായിട്ട് പറഞ്ഞാൽ എനർജി, ഊർജം, ജൈവോർജം എന്നുള്ള തരത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചി എന്നുള്ളത്. അപ്പോൾ ലിവർ ചിയാണ് സ്പ്ലീൻ ചിയെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഹാർട്ട് ചിയാണ് ലങ് ചിയെ ക്രിയേറ്റ് ചെയ്യുന്നത്. സ്പ്ലീൻ ചിയാണ് കിഡ്നി ചിയെ ക്രിയേറ്റ് ചെയ്യുന്നത്. ലങ്സ് ചിയാണ് ലിവർ ചിയെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിലുള്ള സ്ലൈഡ് ചെറുതായിട്ട് മാറിപ്പോയിട്ടുണ്ട്. അതായത് ഈ ടെക്സ്റ്റിൽ പറയുന്നത് മറ്റ് ഈ കൺട്രോൾ സീക്വൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അവിടെ അത് ജസ്റ്റ് ഒന്ന് ഒഴിവാക്കുകയാണ്. അതിൽ വേറെ സ്ഥലത്തെ ടെക്സ്റ്റ് മാറി വന്നതാണ്. അതായത് ഹാർട്ട് ചിയാണ് സ്പ്ലീൻ ചിയെ ക്രിയേറ്റ് ചെയ്യുന്നത്. സ്പ്ലീൻ ചിയാണ് ലങ് ചിയെ ക്രിയേറ്റ് ചെയ്യുന്നത്. ലങ് ചിയാണ് കിഡ്നി ചിയെ ക്രിയേറ്റ് ചെയ്യുന്നത്. കിഡ്നി ചിയാണ് ലിവർ ചിയെ ക്രിയേറ്റ് ചെയ്യുന്നത്. ലിവർ ചിയാണ് ഹാർട്ട് ചിയെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഒരു സൈക്കിളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കൺഫ്യൂഷൻ ആവാനൊന്നുമില്ല. നമ്മൾ ഒരു ക്ലോക്ക് വൈസിലുള്ള ഡയറക്ഷനിലാണ് തൊട്ടടുത്ത എലമെന്റിനെ ഓരോ മൂലകവും ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അത് നമ്മൾ ഓരോ എലമെന്റിന്റെ സ്ഥാനത്തേക്കും അവയവങ്ങളെ നമ്മൾ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ, അവയവങ്ങളെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഫയർ എർത്തിനെ ക്രിയേറ്റ് ചെയ്യുന്നു എന്നതിന് പകരം ഹാർട്ട് സ്പ്ലീനിനെ ക്രിയേറ്റ് ചെയ്യുന്നു. എർത്ത് മെറ്റലിനെ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതിന് പകരം എർത്ത് സ്പ്ലീൻ ലങ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ തരത്തിൽ നമ്മൾ ജസ്റ്റ് അതിന്റെ കറസ്പോണ്ടൻസ് ബേസ് ചെയ്തിട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇതാണ് ജനറേറ്റിംഗ് സീക്വൻസ് എന്നുള്ളത്. ഇനി നമുക്ക് അവയെ ഒന്നുകൂടെ വിശദീകരിക്കാം. ഈ ഹാർട്ടിന്റെ എലമെന്റ് എന്നുള്ളത് ഫയർ ആണ്. നമുക്കറിയാം ഫയർ എന്നുള്ള ഒരു ഫയർ മൂലകത്തിന്റെ ഒരു ഇൻ അവയവമാണ്. ഇൻ അവയവം എന്നുള്ളത് നമ്മുടെ ശരീരത്തിൽ 2 തരത്തിലുള്ള അവയവങ്ങളുണ്ട്. അതിൽ ഇൻ അവയവത്തെയാണ് സാധാരണ നമ്മൾ കൂടുതലായിട്ട് പരിഗണിക്കുകയും പറയുകയും ചെയ്യുക. അപ്പോൾ ആ തരത്തിൽ പറയുമ്പോൾ ഹാർട്ട് എന്നുള്ളത് ഫയർ എലമെന്റിന്റെ ഒരു അവയവമാണ്. അപ്പോൾ ഹാർട്ടാണ് ഈ സ്പ്ലീനിലുള്ള എനർജിയെ ക്രിയേറ്റ് ചെയ്യുന്നത്. സ്പ്ലീനിലുള്ള എനർജി എന്നുള്ളത് എർത്ത് മൂലകത്തിന്റെ എനർജിയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹാർട്ടിനെ നമ്മൾ മദർ ഓഫ് സ്പ്ലീൻ എന്ന് നമ്മൾ സാധാരണ പറയും. ഹാർട്ട് എന്നുള്ളത് സ്പ്ലീനിന്റെ അമ്മയാണ് എന്നുള്ള തരത്തിൽ. എങ്ങനെയാണ് ഈ ഉൽപാദനം സാധിക്കുക എന്ന് ചോദിച്ചാൽ, ദ ഹാർട്ട്സ് ചി പുഷസ് ദ ബ്ലഡ്. നമുക്കറിയാം ഈ ഹാർട്ടാണ് ബ്ലഡിനെ ശരിയായ രീതിയിൽ സർക്കുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത്, അവയെ പുഷ് ചെയ്തിട്ട് സർക്കുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത്. ഈ
ഈ രക്തത്തിന്റെ ശരിയായ രീതിയിലുള്ള ഒരു ഫ്ലോ, ഒരു സർക്കുലേഷൻ നടന്നാൽ മാത്രമാണ് നമ്മുടെ ശരീരത്തിൽ സ്പ്ലീനിലും സ്റ്റൊമക്കിലും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഫുഡ് എനർജിയെ ഈ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഒരു ട്രാൻസ്പോർട്ടേഷൻ നടക്കണമെങ്കിൽ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എനർജിയെ വഹിച്ചു കൊണ്ടുപോകണമെങ്കിൽ അവിടെ ബ്ലഡിന്റെ ഒരു സഹായം വേണം. അപ്പോൾ ആ തരത്തിലാണ് നമ്മൾ ഹാർട്ട് എർത്തിനെ ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് പറയാനുള്ള കാരണം. രണ്ടാമത്തെ ഒരു കാരണം, നമുക്ക് ഈ ഫയർ, ഇപ്പൊ നമുക്കറിയാം എന്തൊരു വസ്തുവിനെ നമുക്ക് നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ഒരു ചൂട് അനിവാര്യമാണ്. നമ്മളൊരു ഭക്ഷണത്തെ പാചകം ചെയ്യണമെങ്കിൽ അവിടെ ചൂട് അനിവാര്യമാണ്. ശരിയായ രീതിയിൽ ചൂടില്ലെങ്കിൽ അവിടെ നമുക്ക് ആ ഉൽപാദനം ശരിയായ രീതിയിൽ നടക്കില്ല. അപ്പോൾ ഈ ഹാർട്ട് ഫയർ ആണ് യഥാർത്ഥത്തിൽ നമ്മുടെ സ്പ്ലീനിലും സ്റ്റൊമക്കിലും എത്തുന്ന, അല്ലെങ്കിൽ സ്റ്റൊമക്കിലെത്തുന്ന ആഹാര പദാർത്ഥങ്ങളെ കൃത്യമായി ദഹിപ്പിക്കാൻ സഹായിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ഹാർട്ടിൽ ഉണ്ടാകുന്ന ഫയറാണ്. ഈ ഹാർട്ട് ഫയർ ആണ് യഥാർത്ഥത്തിൽ എർത്തിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ എർത്തിനെ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഹാർട്ടിലുള്ള ഹാർട്ട് ഫയർ, ഹാർട്ട് നൽകുന്ന ചൂട് കൊണ്ടാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ദഹനം ശരിയായ രീതിയിൽ നടക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ ശരീരത്തിലുള്ള സ്റ്റൊമക്കിലേക്ക് എത്തുന്ന ആഹാര പദാർത്ഥങ്ങൾ അരച്ചെടുത്ത് സ്പ്ലീനിന്റെ സഹായത്തോടെ അവ വിവിധ തരത്തിൽ പരിവർത്തനം ചെയ്തതിന് ശേഷം, ട്രാൻസ്ഫോർമേഷന് ശേഷം അത് എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ ട്രാൻസ്പോർട്ടേഷൻ ശരിയായ രീതിയിൽ നടക്കണമെങ്കിൽ അവിടെ ഹാർട്ടിന്റെ സഹായം വേണം. അതോടൊപ്പം തന്നെ ഈ ട്രാൻസ്ഫോർമേഷൻ, ഫുഡിനെ എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യുന്ന, ട്രാൻസ്ഫോം ചെയ്യുന്ന പ്രക്രിയയിലും ഈ ഹാർട്ടിന്റെ ഫയറിന്റെ സാന്നിധ്യം അവിടെ അനിവാര്യമാണ്. ഹാർട്ടിന്റെ ചൂട് കൊണ്ടാണ് നമ്മുടെ സ്പ്ലീൻ, സ്റ്റൊമക്കിൽ വരുന്ന ആഹാര പദാർത്ഥങ്ങൾ ശരിയായ രീതിയിൽ ദഹന പ്രക്രിയക്ക് വിധേയമാകുന്നത്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ ശരിയായ രീതിയിൽ ഈ ഹാർട്ട് സ്പ്ലീനിന് ഹീറ്റിനെ അല്ലെങ്കിൽ ഫയറിനെ നൽകിയില്ല എങ്കിൽ തീർച്ചയായിട്ടും അവിടെ സ്പ്ലീൻ ശരിയായ രീതിയിൽ പ്രവർത്തിക്കില്ല. അപ്പോൾ അവിടെ ഒരു ഡെഫിഷ്യൻസി കണ്ടീഷൻ നമുക്ക് കാണാൻ കഴിയും. ഇവിടുത്തെ നാലാമത്തെ ഒരു പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ, ഇഫ് ദ മദർ ബിക്കം സ്റ്റാഗ്നന്റ്, ഈ മദറിൽ നിന്നുള്ളത് ഹാർട്ട് സ്റ്റാഗ്നന്റ് ആയി കഴിഞ്ഞാൽ, ഒരു സ്തംഭനാവസ്ഥയിൽ നിലനിൽക്കുകയാണെങ്കിൽ അവിടെ ചൈൽഡിനെ ബാധിക്കും. അപ്പോൾ ചൈൽഡിന് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാനോ ശരിയായ രീതിയിൽ ചൈൽഡ് ക്രിയേറ്റ് ചെയ്യപ്പെടാതിരിക്കാനോ അത് കാരണമാകും. അപ്പോൾ ഈ അമ്മ ശരിയായ രീതിയിൽ ചൈൽഡിനെ ഉൽപ്പാദിപ്പിക്കണം. അങ്ങനെ ഈ ഉൽപാദനത്തിന്റെ ഒരു രൂപമാണ് നമ്മൾ പറഞ്ഞത് എനർജി ലെവലിൽ. ഹാർട്ടിന്റെ കാര്യം വരികയാണെങ്കിൽ ഹാർട്ട് ഫയർ ആണ് സ്പ്ലീനിലുള്ള ശരിയായ രീതിയിലുള്ള പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ഫയറിന് നൽകുന്നത്. അപ്പോൾ ഈ അമ്മ ശരിയായ രീതിയിൽ ഈ ചൈൽഡിന് എനർജി നൽകിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ എനർജിയെ ഉൽപ്പാദിപ്പിച്ച് നൽകിയിട്ടില്ലെങ്കിൽ അവിടെ ആ അവയവുമായി ബന്ധപ്പെട്ട ഒരു ഡെഫിഷ്യൻസി കണ്ടീഷൻ ഉണ്ടാകും. അപ്പോൾ ഹാർട്ട് സ്റ്റാഗ്നന്റ് ആയി കഴിഞ്ഞാൽ, ഹാർട്ട് എനർജി സ്തംഭനാവസ്ഥയിൽ നിന്ന് കഴിഞ്ഞാൽ സ്പ്ലീൻ എനർജിയിൽ ഒരു ഡെഫിഷ്യൻസി കണ്ടീഷൻ ഉണ്ടാകും, ഒരു ബലഹീനതയുണ്ടാകും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഇപ്പോൾ ഹാർട്ടിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഫയറിന്റെ കാര്യം, ഫയർ ശരിയായ രീതിയിൽ എർത്തിനെ ഉൽപ്പാദിപ്പിച്ചില്ല എങ്കിൽ എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ ഹാർട്ട്, ഹൃദയം ശരിയായ രീതിയിൽ പ്ലീഹയ്ക്കും സ്റ്റൊമക്കിനും എനർജി നൽകിയിട്ടില്ലെങ്കിൽ അവിടെ സംഭവിക്കുക, അല്ലെങ്കിൽ അവിടെ പ്രകടമാകുന്ന രോഗലക്ഷണങ്ങൾ എന്നുള്ളത് ചിൽസ്, അമിതമായിട്ടുള്ള ചിൽസ് അനുഭവപ്പെടും. അതേപോലെ തന്നെ നമ്മുടെ ലിംസിൽ, കൈകളിലും കാലുകളിലും വീക്ക്നെസ് അനുഭവപ്പെടും. അതേപോലെ തന്നെ ദഹനം ശരിയായ രീതിയിൽ നടന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ ദഹിക്കാതെ ലൂസ് സ്റ്റൂൾസ്, ഡയറിയ പോലുള്ള പ്രശ്നങ്ങൾ, വയറിളക്കം പോലുള്ള പ്രശ്നങ്ങൾ കാണും. ഇതാണ് പൊതുവെ ഈ സ്പ്ലീൻ എനർജി ഡെഫിഷ്യൻസി കണ്ടീഷനിൽ, സ്പ്ലീൻ എനർജി ബലഹീനമാകുന്ന കണ്ടീഷനിൽ നമുക്ക് സാധാരണ കണ്ടുവരുന്ന ചില സിംറ്റംസ്. ഇനി നമുക്ക് അടുത്ത എലമെന്റിലേക്ക് പോകാം. ലിവർ എലമെന്റ് ആണ്. ലിവറിന്റെ എലമെന്റ് ആണ് വുഡ് എലമെന്റ് എന്നുള്ളത്. വുഡ് എലമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് ലിവർ. അപ്പോൾ
ഈ ലിവറാണ് യഥാർത്ഥത്തിൽ ഹാർട്ടിൻ്റെ ഫയറിൻ്റെ എലമെൻ്റ് അവയവമായിട്ടുള്ള ഹാർട്ടിൻ്റെ എനർജിയെ ഉൽപ്പാദിപ്പിക്കുന്നത്. ലിവർ ക്രിയേറ്റ്സ് ദ ഹാർട്ട്, അതിൻ്റെ എലമെൻറ്റ് ഫയറാണ്. അപ്പോൾ ഈ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ലിവർ എന്നുള്ളത് ഹാർട്ടിൻ്റെ അമ്മയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. അതേപോലെ തന്നെ ലിവറിൻ്റെ സണ്ണാണ് അല്ലെങ്കിൽ ചൈൽഡാണ് ഹാർട്ട് എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയും. ഇനി നമ്മുടെ ശരീരത്തിൽ ശരിയായ രീതിയിൽ ഈ ബ്ലഡിനെ സ്റ്റോർ ചെയ്ത് വെക്കപ്പെടുന്നത് യഥാർത്ഥത്തിൽ ലിവറാണ്. അത് ആധുനിക കൺസെപ്റ്റിലും ഏറെക്കുറെ സമാനമായിട്ടുള്ള ഒരു ചിന്താഗതി തന്നെയാണ്, അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് തന്നെയാണ് പറയുന്നത്. പക്ഷെ അക്യുപങ്ക്ചറിന്റെ കൺസെപ്റ്റിൽ പൂർണ്ണമായിട്ടും നമ്മുടെ ഈ രക്തത്തെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് യഥാർത്ഥത്തിൽ ലിവറിനകത്താണ്. നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ജോലികൾ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഉണർന്നിരുന്നിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഈ രക്തം പ്രവഹിച്ചു കൊണ്ടിരിക്കും. നമ്മൾ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയത്ത് ഇവ അധികം ഫ്ലോ ചെയ്യാതെ നമ്മുടെ ലിവറിനകത്ത് തന്നെ വീണ്ടും തിരിച്ച് സംഭരിക്കപ്പെടുന്ന ഒരവസ്ഥയാണ് സാധാരണ നമ്മുടെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ലിവറാണ് നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡിനെ സ്റ്റോർ ചെയ്ത് വെക്കപ്പെടുന്നത് എന്ന ഒരു അവയവം. ഹാർട്ടിനകത്തേക്ക് നമ്മുടെ ലിവറിനെ എത്തിക്കുന്നത്, ഹാർട്ടിനകത്തേക്ക് നമ്മുടെ ബ്ലഡിനെ എത്തിക്കുന്നത് ലിവറാണ്. അപ്പോൾ ഈ ലിവറിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കപ്പെട്ടിട്ടുള്ള ബ്ലഡ് കുറഞ്ഞു പോയാൽ ഹാർട്ടിലെത്തുന്ന ബ്ലഡും സ്വാഭാവികമായിട്ട് കുറഞ്ഞു പോകും. അപ്പോൾ ലിവറും ഹാർട്ടും തമ്മിലുള്ള ഒരു ജനറേഷൻ യഥാർത്ഥത്തിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് ഈ രക്തത്തെ നമ്മുടെ ശരീരത്തിലേക്ക് സർക്കുലേറ്റ് ചെയ്യാനും അതേപോലെ ശരിയായ രീതിയിൽ ഫ്ലോ ചെയ്യാനും സഹായിക്കുന്നത് ഹാർട്ടാണ്. അപ്പോൾ ഈ ഹാർട്ടിലേക്ക് എത്തുന്ന രക്തത്തെ യഥാർത്ഥത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കപ്പെട്ടിട്ടുള്ള അവയവം നമ്മുടെ ലിവറാണ്. അപ്പോൾ ലിവർ ഹാർട്ടിനെ ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഈ തരത്തിലാണ്. അക്യുപങ്ക്ചറിന്റെ കൺസെപ്റ്റിൽ നമ്മുടെ ഹാർട്ടിനകത്ത് സാധാരണഗതിയിൽ നമ്മുടെ മനസ്സ് എന്നുള്ളത് എവിടെ നിലകൊള്ളുന്നു എന്ന് ചോദിച്ചാൽ അതിന് ആധുനിക വൈദ്യശാസ്ത്രത്തിലൊന്നും കൃത്യമായ ഉത്തരമില്ല. ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടൊക്കെയാണ് സാധാരണ പറയാറുള്ളത്. എന്നാൽ ഏറ്റവും ക്ലാസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്, അക്യുപങ്ക്ചറിന്റെ കൺസെപ്റ്റ് പ്രകാരം നമ്മുടെ മൈൻഡ് ഇരിക്കുന്നത്, മൈൻഡിനെ TCM കൺസെപ്റ്റിൽ അല്ലെങ്കിൽ അക്യുപങ്ക്ചറിന്റെ കാഴ്ചപ്പാടിൽ ഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഷൻ നിലകൊള്ളുന്നത് നമ്മുടെ ഹാർട്ടിനകത്താണ്. ഈ ഹാർട്ട് ശരിയായ രീതിയിൽ നിലകൊള്ളുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സും ശരിയായ രീതിയിലായിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ ഹാർട്ട് വീക്ക്നെസ് സംഭവിച്ച ആളുകൾക്ക് ശരിയായ രീതിയിലുള്ള ഒരു മാനസിക നില ഇല്ലാതിരിക്കാനുള്ള കാരണം. അപ്പോൾ ശരിയായ മാനസിക നിലയെ സ്വാധീനിക്കുന്നത് നമ്മുടെ ഹൃദയമാണ്. ഹൃദയത്തിനകത്താണ് നമ്മുടെ മനസ്സിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു പ്രവാചകവചനത്തിൽ പറയുന്നത് അല ഇന്നഫിൽ ജസദി ലമുദത്തുൻ ഇദാ സലുഹത് സലുഹൽ ജസദ് കുല്ലുഹു വഇദാ ഫസദത് ഫസദൽ ജസദ് കുല്ലു അലാ വഹിയൽ ഖൽബ്. അതായത് നമ്മുടെ ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. ആ മാംസകഷ്ണം നന്നായി കഴിഞ്ഞാൽ നമ്മുടെ ശരീരം മൊത്തം നന്നായി. ആ മാംസകഷ്ണം ചീത്തയായി കഴിഞ്ഞാൽ നമ്മുടെ ശരീരം മൊത്തം ചീത്തയായി. അത് എന്നുള്ളത് ഹൃദയമാണ്. അപ്പോൾ ഹൃദയത്തിനകത്ത് നമ്മുടെ മനസ്സിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ഒരു ആ കാര്യം ഉൾക്കൊള്ളുന്ന ഏറ്റവും നല്ല ഒരു വാചകമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു പ്രവാചക വചനം. ഇങ്ങനെ പല മതഗ്രന്ഥങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത് ഇവിടെ സൂചിപ്പിക്കാനുള്ള കാരണം നമ്മുടെ ഹൃദയത്തിന്റെ ഒരു പ്രാധാന്യം അത്രയും വലുതാണ്. എല്ലാ അവയവങ്ങളെയും അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു എംപററാണ്, ഒരു രാജാവിന്റെ പദവിയാണ് യഥാർത്ഥത്തിൽ ഹൃദയത്തിനുള്ളത്. കാരണം ഹൃദയത്തിനകത്താണ് നമ്മുടെ മനസ്സിരിക്കുന്നത്. ഈ മനസ്സ് എന്നുള്ളത് നമ്മുടെ സോളുമായി കണക്റ്റഡ് ആണ്. ഈ സോൾ എന്നുള്ളത് ഹെവൻലി ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഒരു ആത്മീയ ലോകവുമായിട്ട് അല്ലെങ്കിൽ നമുക്ക് കാണാൻ കഴിയാത്ത മറ്റൊരു അദൃശ്യമായിട്ടുള്ള എനർജിയുമായിട്ട് നമ്മുടെ ശരീരത്തിന്റെ ഒരു കണക്ഷൻ, ആ കണക്ഷനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ശരീരത്തിൽ മറ്റ് അവയവങ്ങളുമായി ഏത് തരത്തിലാണ് നമ്മുടെ എനർജിയുടെ ഒരു ബന്ധം, ഇവയൊക്കെ നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ലിവറിനകത്താണ് ബ്ലഡ് സ്റ്റോർ ചെയ്ത് വെക്കപ്പെട്ടിട്ടുള്ളത്. ഈ ബ്ലഡ് എന്നുള്ളത് ബ്ലഡിനെ ശരിയായ രീതിയിൽ അതിൻ്റെ ഉൽപാദനവും അതോടൊപ്പം തന്നെ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷനും സർക്കുലേഷനും ഒക്കെ നിയന്ത്രിക്കുന്നത് ഹൃദയമാണ്.
അപ്പൊ ഈ ഹൃദയത്തിനകത്താണ് നമ്മുടെ മൈൻഡ് ഇരിക്കുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും, ശരീരത്തിന്റെ ഓരോ സെല്ലുകളിലേക്കും നമ്മുടെ മനസ്സിന്റെ ഒരു പ്രവാഹം സാധ്യമാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ തന്നെ പുതിയ പഠനങ്ങളൊക്കെ അനുസരിച്ച് നമ്മുടെ ഓരോ സെല്ലുകളും ഓരോ സമയത്തും സന്തോഷത്തിലായിക്കൊണ്ടിരിക്കുന്നുണ്ട്, ദുഃഖത്തിലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ തമ്മിലുള്ള സെല്ലുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പുതിയ ഒരു പഠനമാണ്. അപ്പൊ ഈ സെല്ലുകളിൽ മനസ്സിരിക്കുന്നുണ്ട്. ആ മനസ്സുകൾക്ക് തിരിച്ചറിയാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. ആ സെല്ലുകൾ നമ്മളുടെ മനസ്സ്, നമ്മൾ ഏറ്റവും സന്തോഷത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിലുള്ള ഓരോ സെല്ലുകളും സന്തോഷത്തിലായിരിക്കും. നമ്മൾ ദുഃഖത്തിലാണെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള ഓരോ കോശങ്ങളിലും അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകും. ഇത് ശാസ്ത്രീയമായിട്ട് ആധുനിക വൈദ്യശാസ്ത്രത്തിലൊക്കെ പുതിയ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഈ ബ്ലഡിലൂടെ ഈഷൻ അല്ലെങ്കിൽ മൈൻഡ് പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് മാനസികമായിട്ട് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഓരോ ശരീരഭാഗങ്ങളെയും ബാധിക്കാനുള്ള കാരണം. അപ്പോൾ ഇത് വളരെ പുരാതനമായിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണെങ്കിലും ആധുനിക സയൻസ് ഒക്കെ ഈ ഒരു ലെവലിലേക്ക് പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡ് സ്റ്റോർ ചെയ്ത് വെക്കപ്പെട്ടിട്ടുള്ള ലിവറിനകത്താണ്. ഈ ബ്ലഡിനകത്താണ് നമ്മുടെ മൈൻഡ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഹാർട്ടിനകത്താണ് നമ്മുടെ മൈൻഡ് ഇരിക്കുന്നത് എന്നുള്ള തരത്തിൽ നമുക്ക് പറയാൻ കഴിയും. ഇങ്ങനെ വരുന്ന സമയത്ത് ലിവർ എനർജി ശരിയായ രീതിയിൽ ഉൽപ്പാദിക്കപ്പെടാതെ സ്തംഭനാവസ്ഥയിൽ സ്റ്റാഗ്നന്റ് ആയിട്ട് നിലനിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഹൃദയത്തിന്റെ ഉൽപാദനത്തെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമുക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ഹൃദയത്തെ ശരിയായ രീതിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല എങ്കിൽ, ലിവറാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്, ലിവർ എനർജി ശരിയായ രീതിയിൽ ഹാർട്ട് എനർജിയെ ഉൽപ്പാദിപ്പിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും മാനസിക രോഗങ്ങൾ സാധാരണ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, നമ്മുടെ പ്രകടമാകുന്ന പ്രധാനപ്പെട്ട കാരണം ഇൻഡിസിഷൻ. ശരിയായ രീതിയിൽ ശരിയായ സമയത്ത് തീരുമാനമെടുക്കാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെടും. അത് പലപ്പോഴും നമ്മൾ പലരിൽ നോക്കിയാൽ മനസ്സിലാവും. അമിതമായ ദേഷ്യം കൊണ്ട് നടക്കുന്ന ആളുകൾ, ലിവർ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ള ആളുകൾ, അമിതമായിട്ട് മദ്യം കഴിക്കുന്ന ആളുകൾ, ഗോൾ ബ്ലാഡർ ഡിസീസ് ഉള്ള ആളുകൾ, അതേപോലെ ഗോൾ ബ്ലാഡർ പിത്താശയത്തെ റിമൂവ് ചെയ്ത് കളഞ്ഞ ആളുകൾ, ഇവർക്കൊന്നും ശരിയായ തീരുമാനമെടുക്കാൻ കഴിയില്ല. കാരണം അവരുടെ വുഡ് സ്റ്റാഗ്നന്റ് ആയി നിൽക്കുന്നു, അല്ലെങ്കിൽ ഡെഫിഷ്യന്റ് ആയി നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ വുഡിന് ശരിയായ രീതിയിൽ ഹാർട്ടിനെ അല്ലെങ്കിൽ ഫയറിനെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. ഫയറാണ് നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തെ നമ്മുടെ ശരീരത്തിൽ നിർവഹിക്കുന്നത്. അതുകൊണ്ട് വുഡ് ഡെഫിഷ്യന്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല. ടിമിഡിറ്റി, ലാക്ക് ഓഫ് കവറേജ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ ഹൃദയ സംബന്ധമായിട്ടുള്ള പല പ്രശ്നങ്ങളും കാണും. പാൽപിറ്റേഷൻ പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. രാത്രി നമുക്ക് ഈ ലിവറിനൊരു സമയമുണ്ടല്ലോ, എനർജി പ്രവാഹത്തിന്റെ സമയം, അതായത് ഏർലി മോർണിംഗ്. ആ ഒരു സമയത്ത്, അതായത് 3 മണിക്ക് മുമ്പുള്ള ആ സമയത്ത് ശരിയായ രീതിയിലുള്ള 1 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് ശരിയായ രീതിയിലുള്ള ഉറക്കം ലഭിക്കാത്ത അവസ്ഥ ഒക്കെ ഉണ്ടാകും. ഈ ലിവർ എനർജി ഡെഫിഷ്യന്റ് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവ സ്തംഭിച്ച് നിലകൊണ്ട് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്കിനി അടുത്ത എലമെന്റിലേക്ക് പോവാം. സ്പ്ലീൻ എലമെന്റിന്റെ മൂലകം, സ്പ്ലീനിന്റെ എലമെന്റ്, സ്പ്ലീൻ അവയവത്തിന്റെ എലമെന്റ് എന്നുള്ള എർത്ത് എലമെന്റ് ആണ്. എർത്ത് എലമെന്റുമായി ബന്ധപ്പെട്ട ഈ അവയവമാണ് സ്പ്ലീൻ എന്നുള്ളത്. അപ്പോൾ ഈ സ്പ്ലീൻ എനർജിയാണ് ലങ് എനർജിയെ ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ അതുകൊണ്ട് തന്നെ മദർ ഓഫ് ലങ് എന്നാണ് സ്പ്ലീൻ അറിയപ്പെടുന്നത്. നമുക്കറിയാം, നമ്മൾ കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ, ദ സ്പ്ലീൻ ഷീ പ്രൊവൈഡ്സ് ഗൂച്ചി. ഗൂച്ചി എന്നുള്ളത് ചൈനീസ് മെഡിസിന്റെ ഒരു കാഴ്ചപ്പാടാണ്. അതായത് ഫുഡ് ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും ഒരു ആഹാര പദാർത്ഥങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ആ കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ ആമാശയത്തിലെത്തിയിട്ട് അവിടെ നിന്ന് അരച്ചെടുക്കുന്നു. അവ ഒരു നന്നായിട്ട് അരച്ച് പ്രത്യേക രൂപത്തിലേക്ക് മാറ്റുന്നു. പിന്നീട് സ്പ്ലീനിന്റെ സഹായത്തോട് കൂടിയിട്ട് നമുക്ക് ആമാശയ ദ്രവങ്ങളുടെ സഹായത്തോട് കൂടിയിട്ട് ഇവ പ്രത്യേക രീതിയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്നു, അതായത് ട്രാൻസ്ഫോം ചെയ്യപ്പെടുന്നു. അപ്പോൾ ഈ അവിടെ നിന്ന് ഒരു എനർജിയെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്, ഫുഡിനെ ഒരു എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഈ എനർജിയാണ് നമ്മുടെ ശരീരത്തിൽ
പിന്നീട് രക്തമായിട്ടും നമ്മുടെ ശരീരത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ഊർജ്ജമായിട്ടുമൊക്കെ മാറുന്നത്. അപ്പോൾ ഈ ഗൂച്ചി എന്നുള്ളത് അല്ലെങ്കിൽ ഫുഡ്ചി എന്നുള്ളതിനെ പ്രൊവൈഡ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് സ്പ്ലീൻ എന്നുള്ളത്. സ്പ്ലീനിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് ഈ ഫുഡ്ചി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഈ ഫുഡ്ചി ഉൽപ്പാദിപ്പിക്കപ്പെട്ടതിന് ശേഷം പിന്നീട് അവ നമ്മുടെ ലങ്സിലേക്കാണ് എത്തുന്നത്. നേരെ നമ്മുടെ ലങ്സിലേക്ക് അസെൻഡ് ചെയ്യപ്പെടുന്നു. ഈ ചി എന്ന് പറഞ്ഞാൽ നമുക്കറിയണം, ഇത് വളരെ ഒരു സബ്സ്റ്റൈൽ ഫോമിലുള്ള അല്ലെങ്കിൽ അത്രയും റിഫൈൻഡ് ആയിട്ടുള്ള ഫോമിലുള്ളതാണ് ചി എന്നുള്ളത്. അതായത് നമ്മൾ കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ നമുക്കറിയാലോ. നമ്മളൊരു ആഹാര പദാർത്ഥം കഴിച്ചാൽ ഒരു ക്വാണ്ടിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ അതേ ക്വാണ്ടിറ്റി തന്നെ നമ്മൾ വിസർജനം ചിലപ്പോൾ ചെയ്യുന്നുണ്ടാകും. അപ്പോൾ അതിൽ നിന്ന് ഏറ്റവും റിഫൈൻഡ് ആയിട്ടുള്ള ഏറ്റവും പ്യൂർ ആയിട്ടുള്ള വസ്തുക്കളെയാണ് നമ്മുടെ ശരീരം വലിച്ചെടുക്കുന്നത്. അത് നമ്മുടെ കണ്ണുകൊണ്ടോ കാണാനൊന്നും കഴിയില്ല. അത്രയും ചെറിയ ഘടകങ്ങളെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുന്നത്. അതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഫോമാണ് ഗൂച്ചി എന്നുള്ളത്, ഫുഡ്ചി എന്നുള്ളത്. ഈ ഗൂച്ചി യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളൊരു ഘടകമല്ല. അതായത് സ്പ്ലീനും സ്റ്റൊമക്കും ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ട് അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഘടകം ഫുഡ്ചി അത് നമ്മുടെ ശരീരത്തിലേക്ക് ഒരു ആവശ്യമുള്ള ഒരു ഘടകമല്ല. കാരണം അതിന് പ്രത്യേക സ്വാധീനങ്ങളൊന്നും ശരീരത്തിൽ ചെലുത്താൻ കഴിയില്ല. അപ്പോൾ അത് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ നമ്മുടെ ശരീരത്തിലേക്ക് ലങ്സിലേക്ക് മുകളിലേക്ക് ഉയരുന്നു. നേരെ സ്പ്ലീനിൽ നിന്ന് ലങ്സിലേക്ക് ആ എനർജി ഉയരുന്നു. ഈ ലങ്സിൽ വെച്ചിട്ട് നമുക്കറിയാം, നമ്മൾ അന്തരീക്ഷത്തിൽ നിന്ന് വലിച്ചെടുക്കുന്ന എയർ എനർജി അല്ലെങ്കിൽ വായു, ഈ വായുവുമായിട്ട് നമ്മുടെ ലങ്സിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് ചെസ്റ്റിൽ വെച്ചിട്ട് ഇവ മിക്സായി പോകുന്നു, ഇവ കൂടിക്കലരുന്നു. ഈ ഫുഡ്ചി എയറുമായിട്ട് കൂടിക്കലർന്നതിന് ശേഷം അത് ഗാദറിങ് ചി ആയിട്ട് ഫോം ചെയ്യപ്പെടുന്നു. ഗാദറിങ് ചി എന്ന് പറഞ്ഞാൽ സോങ് ചി എന്നാണ് ചൈനീസ് വൈദ്യശാസ്ത്രത്തിൽ അറിയപ്പെടുന്നത്. അങ്ങനെ ഇവിടെ നിന്ന് ഹെവൻലി ആയിട്ടുള്ള എയർ എനർജിയുമായിട്ട് നമ്മൾ എർത്തിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഫുഡ് എനർജി മിക്സ് ചെയ്യപ്പെട്ടതിന് ശേഷം, കമ്പൈൻ ചെയ്യപ്പെട്ടതിന് ശേഷം അവ പിന്നീട് ഗാദറിങ് ചി ആയിട്ട് പരിവർത്തനം ചെയ്യപ്പെടുന്നു. ഇങ്ങനെയുള്ള ഈ ട്രാൻസ്ഫോർമേഷൻ പ്രക്രിയയെ കുറിച്ചിട്ടൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ കൂടുതൽ മനസ്സിലാക്കും. അപ്പോൾ ഫുഡ്ചിയെ എയറുമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഗാദറിങ് ചി ആയിട്ട് മാറ്റപ്പെടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ആ തരത്തിലാണ് സ്പ്ലീൻ എനർജി എയർ എനർജിയെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ഒരു ഗാദറിങ് ചിയെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ആ തരത്തിലാണ് എർത്ത് എയറിനെ ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളത്, ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ വരുമ്പോൾ ഈ മദർ എലമെന്റ് ഡെഫിഷ്യൻ്റ് ആയി കഴിഞ്ഞാൽ, സ്പ്ലീൻ എനർജി ഡെഫിഷ്യൻ്റ് ആയി കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും ലങ് എനർജിയെ ബാധിക്കും. അപ്പോൾ നമുക്ക് അമിതമായിട്ട് കഫരോഗങ്ങൾ ഉണ്ടാവും, കഫം കെട്ടിക്കിടക്കുന്ന അവസ്ഥ ഉണ്ടാവും. അവ ലങ്സിനെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കും, ലങ്സിനെ ഒബ്സ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇതിൽ പ്രധാനമായിട്ട് ഇത്തരം ഈ സ്പ്ലീൻ എനർജി ഡെഫിഷ്യൻ്റ് ആയതിനു ശേഷം ലങ് എനർജിയെ ശരിയായ രീതിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടാത്ത അവസ്ഥയിൽ നമുക്ക് സാധാരണ പ്രകടമാകുന്ന സിംറ്റംസ്, ഒന്ന് കഫത്തിൻ്റെ സാന്നിധ്യം, ചെസ്റ്റിൽ അമിതമായിട്ട് കഫം, ചുമ, അതേപോലെ തന്നെ മൊത്തം ശരീരത്തിലുള്ള ജനറൽ വീക്ക്നെസ്. കാരണം എയർ എനർജിയും അതേപോലെ തന്നെ എർത്ത് എനർജിയും ഇത് രണ്ടും വീക്കായി കഴിഞ്ഞാൽ നമുക്ക് എണീറ്റ് നിൽക്കാൻ പറ്റില്ല, ജനറൽ ആയിട്ടുള്ള വീക്ക്നെസ് അനുഭവപ്പെടും. സാധാരണഗതിയിൽ പല പാത്തോജനിക് ഫാക്ടേഴ്സും നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇപ്പോൾ എൻ്റെ ഒരു അവസ്ഥ, ഇപ്പോൾ ഞാൻ പനി കഴിഞ്ഞ് നമുക്ക് ജനറൽ ആയിട്ടുള്ള വീക്ക്നെസ് അനുഭവപ്പെടാനുള്ള ഒരു കാരണം ഈ എർത്ത് എനർജിയും എയർ എനർജിയും ഡെഫിഷ്യൻ്റായി നിലനിൽക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ ഒരു ജനറൽ വീക്ക്നെസ്സിനെ, ഒരു ജനറൽ ആയിട്ടുള്ള നമുക്കൊരു ആരോഗ്യാവസ്ഥയിൽ കുറവുണ്ടാവാനുള്ള കാരണം എയർ എനർജിയും എർത്ത് എനർജിയും ശരിയായ രീതിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടാത്തത് കൊണ്ടാണ്. ഇനി നമുക്ക് അടുത്ത എലമെന്റിനെ മനസ്സിലാക്കാം. ലങ്സ് ആണ് മെറ്റൽ എലമെന്റുമായി ബന്ധപ്പെട്ട അവയവം. അത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്, മെറ്റൽ എലമെന്റ് ഉൽപ്പാദിപ്പിക്കുന്നത് വാട്ടർ എലമെന്റിനെയാണ്. അപ്പോൾ ലങ്സ് എനർജി, ലങ്സ് ചി കിഡ്നി ചിയെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ലങ്സ് എന്നുള്ളത് കിഡ്നിയുടെ മദറാണ്. ഈ ലങ്സ് എനർജി, കിഡ്നി എനർജി എങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം
ഈ ലങ്സിലെത്തുന്ന എനർജി, അതായത് ഫുഡ് chi നമ്മുടെ ലങ്സിലേക്ക് എത്തുന്നു, എയറുമായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നീട് ഹാർട്ടിലെത്തിയിട്ട് അത് ബ്ലഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ സ്പ്ലീൻ സ്റ്റൊമക്ക് ഭാഗത്ത് നിന്ന് വരുന്ന മറ്റൊന്നാണ് ഫ്ലൂയിഡ്സ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഫ്ലൂയിഡ്സും എനർജിയോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിൽ ലങ്സിലേക്ക് എത്തുന്നുണ്ട്. ഈ ലങ്സിലേക്ക് എത്തിയിട്ടുള്ള ദ്രാവകങ്ങൾ, ഫ്ലൂയിഡ്സ് പിന്നീട് കിഡ്നിയിലേക്ക് ഡിസെൻഡ് ചെയ്യപ്പെടുന്നു. കിഡ്നിയെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് കിഡ്നിയിൽ എത്തുന്നുണ്ട്. അപ്പോൾ ദ ലങ്സ് സെൻസ് chi ഡൗൺ ടു മീറ്റ് കിഡ്നി chi. ഇങ്ങനെ ലങ്സിലെത്തുന്ന ചിയും ലങ്സിലെത്തുന്ന ഫ്ലൂയിഡ്സും, ഈ ലങ്സിലേക്ക് ഫ്ലൂയിഡ്സ് എത്തുന്നത് സ്പ്ലീനിൽ നിന്നാണ്, അതേപോലെ chi എത്തുന്നതും സ്പ്ലീനിൽ നിന്നാണ്. ഈ സ്പ്ലീനിൽ നിന്നും ലങ്സിലേക്ക് എത്തുന്ന ചിയെയും ഫ്ലൂയിഡ്സിനെയും ശരിയായ രീതിയിൽ പിന്നീട് അവ ഡിസെൻഡ് ചെയ്യപ്പെട്ടിട്ട് താഴേക്ക് കിഡ്നിയിലേക്കാണ് അവ സെൻഡ് ചെയ്യപ്പെടുന്നത്, അയക്കപ്പെടുന്നത്. അങ്ങനെ വരുന്ന സമയത്താണ് നമ്മുടെ കിഡ്നി ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ലങ്സ് വീക്കായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ കിഡ്നി വീക്കായിരിക്കും. നിങ്ങൾ ഈ ആസ്തമ രോഗികളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആസ്തമ രോഗികളെ നമ്മൾ ലങ്സ് റിലേറ്റഡ് ആയിട്ട് ചികിത്സിച്ചിട്ട് ഒരു പ്രത്യേകിച്ച് പെട്ടെന്ന് മാറ്റങ്ങളൊന്നും കാണില്ല. സിംറ്റമാറ്റിക് ആയിട്ട് പ്രത്യേകിച്ച് അവരുടെ രോഗാവസ്ഥയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നല്ലാതെ കൂടുതലായിട്ടുള്ള മാറ്റങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ നമ്മൾ അവരുടെ റൂട്ട് കോസ്, എന്തുകൊണ്ടാണ് അവർക്ക് രോഗം വന്നതെന്ന് ചോദിച്ചാൽ ശരിയായ രീതിയിൽ ലങ്സ് കിഡ്നി റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യം ശരിയായ രീതിയിൽ നടക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും ആസ്തമ പോലുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നത്. കാരണം നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് വായുവിനെ വലിച്ചെടുക്കാനും പുറന്തള്ളാനും സഹായിക്കുന്നതിൽ നമ്മുടെ കിഡ്നിക്ക് വളരെയേറെ സ്വാധീനങ്ങളുണ്ട്. അതുകൊണ്ടാണ് അമിതമായിട്ട് ഒരാൾ പെട്ടെന്ന് പേടിച്ചു കഴിഞ്ഞാൽ അവരുടെ ശ്വാസം പെട്ടെന്ന് തടസ്സപ്പെട്ടു പോകുന്നത്, അവരുടെ സംസാരം നിലച്ചു പോകുന്നത്, വാക്കൽ കോഡിനെയൊക്കെ ബാധിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ഈ പേടി എന്നുള്ളത് കിഡ്നിയുമായി ബന്ധപ്പെട്ടൊരു വികാരമാണ്. അപ്പൊ ഈ കിഡ്നി നമ്മുടെ ബ്രീത്തിങ്ങിനെ തടസ്സപ്പെടുത്തുന്നത് അതിനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. കാരണം ലങ്സ് ആണ് ശരിയായ രീതിയിൽ കിഡ്നി എനർജിയെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഇത് ഒരു മദർ ചൈൽഡ് റിലേഷൻഷിപ്പ് ഇവിടെ കിഡ്നിയും ലങ്സും തമ്മിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ലങ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് രോഗത്തെ നമ്മൾ ചികിത്സിക്കുകയാണെങ്കിലും പലപ്പോഴും അത് കിഡ്നിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല പ്രശ്നങ്ങൾ കാരണവും ഇങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോൾ മദർ ഓഫ് കിഡ്നി എന്നുള്ളത് ലങ്സ് ആണ് ഈ കിഡ്നി എനർജിയെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പൊ ശരിയായ രീതിയിൽ ലങ്സ് പ്രവർത്തിക്കാതെ ഡെഫിഷ്യൻസി കണ്ടീഷനിലാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ശരിയായ രീതിയിലുള്ള കിഡ്നി എനർജി ഇല്ലാതിരിക്കുകയും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. അങ്ങനെയുള്ള നമുക്ക് അതിൽ വരുന്ന ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ എന്നുള്ളത്, ഒന്ന് നമുക്ക് ശ്വാസതടസ്സം ഉണ്ടാകും, വോയിസ് ശരിയായ രീതിയിൽ വരില്ല, പിന്നെ ചുമയുണ്ടാകും, ആസ്തമ പോലുള്ള രോഗങ്ങൾ ഉണ്ടാകും. ഇങ്ങനെയുള്ള രോഗങ്ങൾക്ക് കാരണം ശരിയായ രീതിയിൽ മെറ്റൽ വാട്ടറിന് ഉൽപ്പാദിപ്പിക്കപ്പെടാത്തതാണ്, അഥവാ ലങ്സ് കിഡ്നിയെ ഉൽപ്പാദിപ്പിക്കപ്പെടാത്തതാണ് ഇത്തരം പ്രശ്നങ്ങൾക്കുള്ള പ്രധാന കാരണം. ഇനി നമുക്ക് കിഡ്നിയുടെ എലമെന്റ് വാട്ടറാണ്. അപ്പോൾ ലിവറിനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കിഡ്നിയാണ്. അപ്പോൾ കിഡ്നിയെ നമ്മൾ മദർ ഓഫ് ലിവർ എന്ന് വിളിക്കും. കാരണം കിഡ്നിയിലുള്ള കിഡ്നിയിൽ യിന്നും യാങ്ങും ഉണ്ട്. ഈ കിഡ്നിയിലുള്ള യിന്നാണ് നമ്മുടെ ലിവറിലുള്ള ബ്ലഡിനെ ശരിയായ രീതിയിൽ പരിപോഷിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കിഡ്നി ശരിയായ രീതിയിൽ ലിവറിനെ പരിപോഷിപ്പിച്ചാൽ മാത്രമാണ് ലിവറിനകത്തുള്ള ബ്ലഡ് ഏറ്റവും നല്ല രീതിയിൽ നിലനിൽക്കുന്നത്. അപ്പോൾ കിഡ്നി എനർജി ഡെഫിഷ്യൻസി കണ്ടീഷനിലായി കഴിഞ്ഞാൽ അവിടെ ലിവറിനെ ബാധിക്കും. അപ്പോൾ അവിടെ ലിവറിലുള്ള ഒരു ബലഹീനതക്ക് അത് കാരണമാകും. ഇങ്ങനെയുള്ള അവസ്ഥയിൽ സാധാരണ നമുക്ക് കാണാൻ കഴിയുക ഹെഡ് ഏക്ക് ഉണ്ടാകും. അതേപോലെ തന്നെ നമ്മുടെ ഈ ഹാൻഡ്സിൽ വരുന്ന ട്രംബ്ലിംഗ് കണ്ടീഷൻ ഉണ്ടാകും. അതേപോലെ ഫുട്ടിൽ വരുന്ന ട്രംബ്ലിംഗ് കണ്ടീഷൻ, ബ്ലേഡ് വിഷൻ,
ശരിയായ രീതിയിലുള്ള കാഴ്ച ലഭിക്കില്ല, ഡിസിനെസ് പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, ഐസൊക്കെ ഡ്രൈ ആയിരിക്കും, വെട്ടിക പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെയുള്ള പ്രധാന കാരണം ഈ ശരിയായ രീതിയിൽ കിഡ്നി, ലിവർ എനർജിയെ ഉൽപ്പാദിപ്പിക്കപ്പെടാത്തതാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കുള്ള പ്രധാന കാരണം. അപ്പോൾ ഇതാണ് ജനറേഷൻ എന്നുള്ളത്. ജനറേഷൻ സൈക്കിൾ തന്നെ ഇനിയും ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഒരു അവയവത്തിന്റെ എനർജി മറ്റൊരു അവയവത്തെ, തൊട്ടടുത്തുള്ള അവയവത്തെ എനർജിയെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ ഫയർ എലമെന്റ് എന്നുള്ളത് എർത്ത് എലമെന്റിനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു, എർത്ത് മെറ്റലിനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു, മെറ്റൽ വാട്ടറിനെ ഉൽപ്പാദിപ്പിക്കുന്നു, അതേപോലെ തന്നെ വാട്ടർ വുഡിനെ ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ള ഈ ക്ലോക്ക് വൈസിലുള്ള ഈ സൈക്കിൾ നമ്മൾ മനസ്സിലാക്കണം. ഇനി ഇതിൽ തന്നെ ഇനിയും 3 സൈക്കിളുകൾ നമുക്ക് വിവരിക്കാനുണ്ട്. അപ്പോൾ ഈ ക്രമം എന്നുള്ളത് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയാലാണ് എന്തുകൊണ്ടാണ് രോഗങ്ങൾ വരുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ശരിയായ ഒരു ധാരണ നമുക്കുണ്ടാവുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇത് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുകയും നിങ്ങളുടെ ഒരു ഡെയിലി വീക്ക്ലി ആക്ടിവിറ്റി ബേസിലുള്ള ഒരു ആക്ടിവിറ്റി ചെയ്യുകയും വേണം. അപ്പോഴാണ് ഈ എലമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുക. ഇവിടെ ചില ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഉദാഹരണങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. അതിൻ്റെ കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു തലത്തിൽ നിന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. കാരണം ഇത് വലിയൊരു സബ്ജക്റ്റാണ്. അതുകൊണ്ട് ഈ ഉൽപാദനം, അതിൽ വരുന്ന സിംറ്റംസ്, അതിൽ ഉൽപാദനത്തിൽ വരുന്ന വ്യതിയാനം മൂലമുണ്ടാകുന്ന രോഗലക്ഷണങ്ങൾ, ഇവയൊക്കെ നമ്മൾ കൂടുതൽ ഇനിയും പഠിക്കാനും മനസ്സിലാക്കാനുമുണ്ട്. അപ്പോൾ ഇവിടെ ഈ ജനറേഷൻ എങ്ങനെ നടക്കുന്നു എന്നുള്ളത് മാത്രം നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കി വെക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ 1-2 സംശയങ്ങൾ, യിങ് യാങ് തിയറിയുമായി ബന്ധപ്പെട്ട 1-2 കൺഫ്യൂഷൻസ് പലരും ചോദിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് യിങ് യാങ്ങിന്റെ കളറുമായി ബന്ധപ്പെട്ടാണ്. അതിൽ നമ്മൾ ഒരു യിൻ യാങ് ബേസ് ചെയ്തിട്ടുള്ള 2 ഫിഷിനെ വിവരിച്ചിരുന്നു. ആ ഫിഷിൽ ഒരു സ്ഥലത്ത് ഞാൻ വിവരിക്കുന്ന സമയത്ത്, സ്പീഡിൽ വിവരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മാറിപ്പോയിട്ടുണ്ട്. അതായത് യിന്നിന്റെയും യാങ്ങിന്റെയും കളറുകൾ മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതിനെ കുറിച്ചിട്ട് നസീർ അബാൻ സംശയം ചോദിച്ചിരുന്നു. അവിടെ ഞാൻ വിശദീകരണം കൊടുത്തിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ ഒരു ശ്രദ്ധയിലേക്ക് കൂടെ ആ വിശദീകരണം നൽകുകയാണ്. നമ്മൾ യിന്നും യാങ്ങും വിവരിക്കുന്ന സമയത്ത് സാധാരണ നമ്മൾ മറ്റു ഗ്രന്ഥങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള ആസ്പെക്റ്റുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇപ്പോൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൺസെപ്റ്റ് പ്രകാരം യിന്നിന്റെ കളർ എന്നുള്ളത് ബ്ലാക്കും യാങ്ങിന്റെ കളർ എന്നുള്ളത് വൈറ്റുമാണ്. ഈ തരത്തിലാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത്. ചില സ്ഥലങ്ങളിൽ നിങ്ങൾ റെഫർ ചെയ്യുന്ന സമയത്ത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള, തികച്ചും വിപരീതമായിട്ടുള്ള കളറൊക്കെ കാണാൻ കഴിയും. അപ്പോൾ യിങ് യാങ്ങിൽ തന്നെ നമ്മൾ വിശദീകരിക്കുന്ന സമയത്ത് പലതരത്തിലുള്ള ഡയറക്ഷൻസും പലതരത്തിലുള്ള സിമ്പിൾസും ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് പ്രകാരം യിൻ എന്നുള്ളത് ബ്ലാക്ക് കളറും യാങ് എന്നുള്ളത് വൈറ്റ് കളറുമാണ്. അത് ഹെവൻ എനർജി, അതേപോലെ നമ്മുടെ അക്യുപങ്ക്ചറിലേക്ക് വരുമ്പോൾ ഈ ഇന്റീരിയർ എക്സ്റ്റീരിയർ റിലേഷൻഷിപ്പിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് അങ്ങനെ പറയുന്നത്. പിന്നീട് മറ്റൊരു സംശയം ചോദിച്ചത്, ഈ ശരീരത്തിന്റെ സൂര്യപ്രകാശം തട്ടുന്ന ഭാഗം, ശരീരത്തിൽ സൂര്യപ്രകാശം തട്ടുന്ന ഭാഗം, യഥാർത്ഥത്തിൽ നമുക്കറിയാം നമ്മുടെ ശരീരത്തിലേക്ക് സൺറൈസ് പതിക്കുന്ന ഭാഗം കുറച്ച് ഡാർക്ക് കളറായിരിക്കും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുക. എന്നാൽ സൂര്യപ്രകാശം തട്ടാത്ത ഭാഗം വെളുത്ത കളറുമായിരിക്കും. അപ്പോൾ അവിടെ ഈ ഡാർക്ക്നെസ് എന്നുള്ളത് നമ്മുടെ സൂര്യപ്രകാശം തട്ടുന്ന ഭാഗത്തെ യാങ് ആയിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. എന്നാൽ സൂര്യപ്രകാശം തട്ടാത്ത ഏരിയ യിന്നായിട്ടുമാണ് പരിഗണിക്കുന്നത്. സൂര്യപ്രകാശം പതിക്കുന്ന ഭാഗം യാങ്ങും സൂര്യപ്രകാശം പതിക്കാത്ത ഭാഗം യിന്നുമാണ്. അപ്പോൾ ഈ പതിക്കുന്ന ഭാഗത്തായിരിക്കും സാധാരണ, സൂര്യപ്രകാശം പതിക്കുന്ന ഭാഗത്തായിരിക്കും സാധാരണ കറുത്ത കളർ അനുഭവപ്പെടുക. അപ്പോൾ ഈ ബ്ലാക്കും വൈറ്റും തമ്മിൽ മാറിപ്പോകരുത്. കാരണം ഇവിടെ ഈ തരത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. സൂര്യപ്രകാശം പതിക്കുന്ന ഭാഗം നമ്മൾ യാങ് ആയിട്ടും സൂര്യപ്രകാശം പതിക്കാത്ത ഭാഗം യിന്നായിട്ടുമാണ് പരിഗണിക്കുന്നത്. അതൊരു ഇന്റീരിയർ എക്സ്റ്റീരിയർ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ബാഹ്യ ആന്തരിക കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ഒരു തരത്തിലാണ് നമ്മൾ അവിടെ ആ ഒരു തരത്തിൽ വിവരിക്കുന്നത്. അപ്പൊ കളറുകളെ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ കളർ എന്നുള്ളത് യിന്നിന്റെ കളറ് ബ്ലാക്കും യാങ്ങിന്റെ കളർ വൈറ്റുമാണ്. അപ്പൊ ആ കാര്യം കൂടെ ഇവിടെ സൂചിപ്പിക്കുകയാണ്.
അപ്പോൾ അതിൽ കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഇവിടെ വിവരിച്ചത്. ഓക്കെ, അപ്പോൾ താങ്ക് യു ഓൾ.